കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ നിന്നാളിനായി. നിൻ വരവിൻ ഭാഗ്യമോർത്താൽ ആനന്ദമെന്താനന്ദം. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മണാളനെ. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മണാളനെ. എന്നു മേഘേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാൻ. എന്നു മേഘേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാൻ. കർത്താവിന് സ്തോത്രം. വീണ്ടും നമുക്ക് ദൈവകൃപയാൽ കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കാം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ തുടർമാനത്തിലേക്ക് വേഗം കയറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ. യേശുക്രിസ്തു ഈ ലോകത്തിൻ്റെ ഭരണം 7 വർഷങ്ങളിലേക്ക് എടുക്കും. ഒരു 7 സംവത്സര ഉടമ്പടി 3 കൂട്ടരോട് ചെയ്യും. ദാനിയേൽ 9:27 ഒരാഴ്ച വട്ടത്തേക്ക് ശക്തമായ ഉടമ്പടി ചെയ്യും. അത് 3 വിഭാഗക്കാരോടായിരിക്കാനാണ് സാധ്യത. വചനം പഠിച്ചാൽ 1 ലോക ജനതയോട്, 2 യഹൂദവർഗത്തോട്, 3 കൈവിടപ്പെട്ടു പോയ ക്രൈസ്തവ സഭയോട്. അപ്പോൾ കർത്താവിന്റെ ഭരണം തുടങ്ങുമ്പോഴാണ് ഒരാഴ്ച വട്ടത്തിലേക്ക്. അപ്പോൾ ആഴ്ചവട്ടം എന്ന് പറയുന്ന 7 വർഷത്തിന്റെ ആരംഭത്തിൽ. അതിനുശേഷമാണ് അവന്റെ 10 രാജപടിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതിൽ 8ാമത്തെ രാജപടിയാണ് ക്രൈസ്തവ സഭ കൈവിട്ടു പോകുന്നത്. ആ ക്രൈസ്തവ സഭയെ ഒരു വേശ്യയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോയത്. ആ ക്രൈസ്തവ സഭയുടെ അന്ത്യം എന്താകുമെന്ന് ബൈബിളിലുണ്ട്. എന്താ സഭ എടുക്കപ്പെട്ടു? വിശുദ്ധന്മാർ കർത്താവിനാൽ അംഗീകരിക്കപ്പെട്ട ദൈവമക്കൾ സ്വർഗങ്ങളിലേക്ക് പോയി. ബാക്കി ഇവിടെ കഴിയുമ്പോൾ ഇവിടെയുള്ള ആ കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സഭ യേശുക്രിസ്തുവിന്റെ മുകളിൽ നിന്ന് സവാരി ചെയ്യുക. അത്ര സ്വാധീനമാണ് ആന്റി ക്രൈസ്തമേൽ. 10 കൊമ്പ് 7 തല ഉള്ള മൃഗം. യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി 7 കോണ്ടിനെന്റിൽ നിറഞ്ഞു നിൽക്കുന്ന സഭ. യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ ആശീർവാദം, യേശുക്രിസ്തുവിന്റെ എല്ലാവിധമായ ഒത്താശ. എന്നാൽ കൃത്യം 3.5 വർഷം കഴിയുമ്പോൾ വെളിപ്പാട് പുസ്തകം 17:16 ഉറക്കെ വായിക്കാവോ? റെവലേഷൻ 17:16. അവളെ തീ കൊണ്ട് ദഹിപ്പിക്കും. നീ കണ്ട മൃഗം ഈ കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സഭയെ ആശ്രയം വെക്കുന്ന ആന്റി ക്രൈസ്റ്റ്. അവൾക്ക് എല്ലാ ഒത്താശയും ചെയ്യുന്ന യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആകുന്ന 10 കൊമ്പ് നേരെ തിരിയും. ഇങ്ങനൊരു പരിപാടി ഇവിടെ വേണ്ടെന്ന് പറയും. ക്രിസ്തുവിന്റെ നാമത്തിൽ ആരംഭിച്ച് ലോകത്തിൽ കുടുങ്ങിപ്പോയ ക്രൈസ്തവ സഭ 3.5 വർഷം കഴിയുമ്പോൾ ഈ ലോകത്തിൽ നിന്നും എന്നേക്കുമായി മാറും. അതിന്റെ ആരംഭമാണ്. നിങ്ങൾ നോക്കിക്കേ, ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ക്രൈസ്തവ ധർമ്മത്തിന് വലിയ പ്രാധാന്യമില്ല. ക്രിസ്ത്യാനിറ്റി ആരംഭിച്ച് വികസിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. നമ്മുടെ നാട്ടിലോടൊക്കെ സുവിശേഷവുമായിട്ട് വന്ന മിഷണറിമാരാണ്. എന്നാൽ ഇന്ന് നോക്കിക്കേ, അവിടെ പള്ളികൾ പോലും പൂട്ടിയിട്ടിരിക്കുക. ക്രിസ്ത്യാനിറ്റിക്ക് വിലയില്ല. ആരും ആത്മീയ കാര്യത്തിൽ വ്യാപൃതരല്ല. അല്പം കൂടെ പറഞ്ഞാൽ ക്രൈസ്തവ സഭകളിൽ പുരോഹിതന്മാരാകാൻ ആളില്ല. കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇന്ത്യ മുതലായ രാജ്യങ്ങളിലെ പുരോഹിതന്മാരാണ് യൂറോപ്പിൽ. കാരണം സ്ലോലി മാറിക്കൊണ്ടിരിക്കുക. ഇത് വിളിച്ചു പറയുന്നു, ഈ 10 കൊമ്പ് വചനവിരുദ്ധമായി നിൽക്കുന്ന ക്രൈസ്തവ സഭയെ ചതിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ പറയുന്നത്, കൃപ പ്രാപിക്കുക, രക്ഷിക്കപ്പെടുക, ദൈവകൃപയിലേക്ക് വരിക, അല്ലെങ്കിൽ അപകടം പതിയിരിക്കുന്നു. എല്ലാം ആകാമെന്നും എല്ലാ രീതിയിലും പ്രവർത്തിക്കാമെന്നൊക്കെ സ്ലാക്നെസ് തരുന്ന ക്രൈസ്തവ സമൂഹത്തിന് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്തെ റാപ്ചറിൽ പങ്കേറ്റാൻ ഒക്കത്തില്ലെന്ന് മാത്രമല്ല, 3.5 വർഷം കഴിയുമ്പോൾ ആന്റി ക്രൈസ്റ്റ് തകർത്ത് കളയും. ഇങ്ങനൊരു കൂട്ടർ വേണ്ട. അപ്പോഴാണ് ഞാൻ 21 ആക്ഷൻ പറഞ്ഞു. കൃത്യം 3.5 വർഷം കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്നും 5 ആക്ഷൻ ഭൂമിക്കട്ടെ. വായിക്കാം. വെളിപ്പാട് 6:12. അത് വെളിപ്പാട് 6:12. 5 ആക്ഷൻ ഒന്നിച്ച 6:12. മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പട പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുറ്റും പോലെ ആകാശം മാറിപ്പോയി. ഒരു വലിയ ഭൂകമ്പം. മറ്റേ പുള്ളി അത് ഓടിച്ചുവിട്ടെ.
3.5 വർഷം കഴിയുമ്പോൾ ഒരു വലിയ ഭൂകമ്പം, ആ ഭൂകമ്പത്തിന്റെ മുന്നറിയിപ്പുകൾ ലോകത്തിലുണ്ട്. ഏറ്റവും വലിയ പ്ലേറ്റ്, ഏഷ്യൻ പ്ലേറ്റ് വിട്ടുനിൽക്കുന്നു. ഏഷ്യയിലെ അടിയിലുള്ളതായ ഏറ്റവും വലിയ പ്ലേറ്റ്, ഏഷ്യൻ പ്ലേറ്റ് ടിബറ്റൻ പ്ലേറ്റിൽ നിന്നും വിട്ടുപോയി. 2, കാരക്കോറം പ്ലേറ്റ് അഫ്ഗാനിസ്ഥാൻ മുതൽ ഗൾഫ് മേഖല വഴി ടർക്കി വരെ കിടക്കുന്ന പ്ലേറ്റിന്റെ ഇളക്കം നിങ്ങൾക്കറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഈ മേഖലയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി, ചെറിയതായി, അത് വിളയി നിൽക്കുന്നു. 3, ഏറ്റവും വലിയ മറ്റൊരു പ്ലേറ്റ് ഉണ്ട്, സാൻ ആൻഡ്രിയാസ് പ്ലേറ്റ്, വടക്കേ അമേരിക്കയിൽ അടിയിൽ കൂടുള്ളത്. ആ പ്ലേറ്റിനെ കുറിച്ചുള്ള പഠനം കേൾക്കണമോ? ആ പ്ലേറ്റിന് ഷെയ്ക്കായി 2030 ആ പ്ലേറ്റ് ചലിച്ചു കഴിയുമ്പോൾ ലോകത്തിന്റെ ഗംഭീര പട്ടണമായ സാൻ ഫ്രാൻസിസ്കോ ഉൾപ്പെടുന്ന കാലിഫോർണിയ, ധനവും ലോക മയത്വവും എല്ലാം ഉയർന്നു നിൽക്കുന്ന കാലിഫോർണിയ, സാൻ ഫ്രാൻസിസ്കോ പസഫിക് സമുദ്രത്തിന്റെ അടിയിൽ പോകും. മണ്ടന്മാരായിരുന്നല്ല പറഞ്ഞത്, ജിയോളജിക്കൽ ശാസ്ത്രജ്ഞന്മാർ. ആ 2030 എന്നുള്ള അവരുടെ പഠനം മുന്നോട്ടോ പുറകോട്ടോ വന്നേക്കാം. 3 കാര്യം കൂടെ ചേർത്ത് പഠിച്ച് കാരക്കോറം പ്ലേറ്റ്, ഏഷ്യൻ പ്ലേറ്റ്, സാൻ ആൻഡ്രിയാസ് പ്ലേറ്റ്, ഇതിന് 3 ചലനം സംഭവിച്ചു എങ്കിൽ ഇതെപ്പോൾ ചലിക്കുമെന്ന് തിരുവചനം പറയുന്നു. നിങ്ങളും ഞാനും രൂപാന്തരപ്പെട്ട് 3.5 വർഷം കഴിയുമ്പോൾ അതിന്റെ പോകും. ആക്ഷൻ പറഞ്ഞ സമയത്തിൽ വായിക്കാം. വെളിപ്പാട് 12. ഒന്നാമത്തെ ആക്ഷൻ ഭൂകമ്പം. അടുത്തത് സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ഇനി അതിനൊരു തെളിവിന് അധികം വേണമെന്നില്ലല്ലോ. സൂര്യൻ മരിച്ചു പോകുന്നല്ല, സൂര്യൻ കരിമ്പണം പോലെ കറക്കും. സൂര്യൻ അവിടെ കാണും, പ്രകാശം വരത്തില്ല. ഞാനിവിടെ കൺവെൻഷന് പറഞ്ഞതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ സയന്റിസ്റ്റ് മിസ്റ്റർ ഫ്രാങ്ക് ഹിൽ 2 വർഷം മുമ്പേ പറഞ്ഞ സംഭവം അദ്ദേഹം കണക്കുകൂട്ടിയിട്ട് പറയുന്നു. ഇതുപോലെ ഗ്ലോബൽ വാർമിംഗ് വർദ്ധിച്ചാൽ കൊറോണൽ മാസ് ഇജക്ഷൻ, അതാണ് ഈ ചൂട് കൂടുന്നതിന് ഒരു കാരണം. സൂര്യൻ 3 ഭാഗമാണ്. ഫോട്ടോസ്ഫിയർ അറിയാമെന്ന് പറഞ്ഞ്, ക്രോമോസ്ഫിയർ, കൊറോണ. സൂര്യന്റെ ഇന്നർ പാർട്ടിന്റെ പേര് കൊറോണ. അവിടുന്ന് വരുന്ന ഫ്ലെയർ ആണ്. അത് കണക്കിന് വിരുദ്ധമായി വെളിയിലേക്ക് എക്സോസ്റ്റ് ചെയ്യുന്നു. അതിന്റെ പേരാണ് CME, കൊറോണൽ മാസ് ഇജക്ഷൻ. അത് ഇതുപോലെ വർദ്ധിതമായാൽ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ കണക്കൂട്ടി പറയുന്നു 2024 സൂര്യൻ ഉദിച്ചാലും പ്രകാശം വരത്തില്ല. സൂര്യൻ ഒരു ദീർഘനിദ്രയ്ക്ക് പോകും. ബൈബിളിലെ വാക്യമായിട്ട് നോക്കിക്കേ. തിരുവചനം പറയുന്നു സൂര്യൻ കരിമ്പടം പോലെ കറക്കും. രണ്ടും പറയുന്നത് സൂര്യൻ ഇല്ലാതെ പോകുന്നല്ല, സൂര്യന്റെ ആക്ടിവിറ്റി മാറും. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. രണ്ടാമത്തെ ആക്ഷൻ, നമ്മുടെ സിസ്റ്റത്തിന്റെ പേര് സോളാർ സിസ്റ്റം. 9 ഗ്രഹങ്ങളായിരുന്നു, ഇപ്പൊ 8 ഉള്ളൂ. പ്ലൂട്ടോ നമ്മൾ നിമിത്തമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാറ്റി. ബാക്കി 8 ഗ്രഹങ്ങളും ഈ സൂര്യന്റെ പ്രകാശത്തിലാണ് നിൽക്കുന്നത്. അതിൽ സൂര്യൻ ഭൂമിയുമായിട്ടുള്ള ബന്ധം വളരെ എത്ര കറക്റ്റാണെന്നറിയാമോ? 15 കോടി കിലോമീറ്റർ അകലെയാണ് ഈ സൂര്യൻ. അത് 1 കിലോമീറ്ററോട് അടുത്താൽ ഈ ഭൂമി കത്തിപ്പോകും. 1 കിലോമീറ്റർ അകന്നാൽ ഭൂമി ഐസ് കെട്ടാം. അത്ര കൃത്യമാണ് ദ പൊസിഷൻ ഓഫ് എർത്ത്. ദൈവം വെച്ചിരിക്കുന്നത്. അതാ സംഗീതക്കാരൻ പറഞ്ഞ എല്ലാം ഭയങ്കരവും അതിശയവുമായി അതതിന്റെ സമയത്തെ സഭാപ്രസംഗി പറഞ്ഞ ഭംഗിയായി ചെയ്തു. ആ സൂര്യൻ കരിമ്പടം പോലെ കറക്കും. അന്തരീക്ഷം, കാലാവസ്ഥ എല്ലാം മാറും. ചന്ദ്രൻ രക്തതുല്യമായി. സൂര്യനെ ആസ്പദമാക്കിയാണല്ലോ ചന്ദ്രൻ, സൂര്യന്റെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. അപ്പൊ മൂന്നാമത്തെ ആക്ഷൻ, ചന്ദ്രൻ രക്തതുല്യം. അടുത്തോ
അത്യവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ മലയാള ഭാഷയെ മൂവാണ്ടം മാവ് കുലുങ്ങുമ്പോ മാങ്ങാപ്പഴം താഴെ വീഴും അല്ലേ? നേരെ ഓടിച്ചത് ഇറക്കിയിട്ടില്ലേ? അതുപോലെ നക്ഷത്രങ്ങൾ താഴെ വരും. ഇതാണ് പറഞ്ഞത് 109 അസ്ട്രോയിഡ് ആകാശത്തിൽ 2009 ദൃശ്യമായി. 109 അസ്ട്രോയിഡ് ശാസ്ത്രലോകം കണ്ടുപിടിച്ചു. ഈ ആകാശത്തിലുണ്ട്. 2009 ഡിസംബർ 7 ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ വെയിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഭയപ്പെടുന്നു. പടുകൂറ്റൻ അസ്ട്രോയിഡ് ആകാശപാറ ദൈവത്തിനെ കൊണ്ട് വെച്ചിരിക്കുക. നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് നേരത്തെ റിസർച്ച് ചെയ്യുന്ന പോലെ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സഹോദരന്മാരെ ചെയർ പിടിച്ചിട്ടതുപോലെ ആ പരിപാടിക്ക് കൊണ്ട് വെച്ചിരിക്കുക. 150 എണ്ണത്തിനെ താഴോട്ടിടാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മളൊന്ന് മാറിക്കൊടുത്താൽ മതി, അത് താഴോട്ട് വരും. 1 ഭൂകമ്പം, 2 സൂര്യൻ, 3 ചന്ദ്രൻ, 4 നക്ഷത്രം. അടുത്തത് പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. കുഞ്ഞുങ്ങള് നമ്മളെ ചുരുട്ടും. ഇപ്പോഴേ 1.5 കോടി ആകാശത്തിന്റെ 2ാമത്തെ തട്ട് സ്ട്രാറ്റോസ്ഫിയർ കയറിപ്പോയി. എന്നാൽ ആകാശം പ്രധാനമായിട്ട് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ഓക്സിജൻ ഫ്രീ, ശ്വസിക്കാൻ. സ്ട്രാറ്റോസ്ഫിയർ O3 ഭൂമിയുടെ രക്ഷാ കവചം, അംബർല, അത് കീറിപ്പോയി. 1.5 കോടി. അതായി ഈ ക്യാൻസർ വരുന്നത്. മെസോസ്ഫിയർ എത്ര കൃത്യമാണെന്ന് നോക്കിക്കേ, സയൻസ് കണ്ടുപിടിച്ചു. അത് മുഴുവൻ സോഡിയം വാതകമാണ്, സോഡിയം ആറ്റം. ഈ ആകാശത്തിന് മേലത്തെ 3ാമത്തെ തട്ട് സോഡിയം ആറ്റം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുക. സയൻസ് പറയുന്നു ഏതെങ്കിലും ഒരു പവർ വെളിയിൽ നിന്നും ക്ഷേമം ചെലുത്തി ഈ സോഡിയം ആറ്റം വിഘടിച്ചാൽ, ഈ സോഡിയം വാതകം വിഘടിച്ച് ആറ്റമായാൽ, ഇപ്പോൾ അത് ഗ്യാസ് വാതകം, അത് വിഘടിച്ച് ആറ്റമായാൽ മേലാൽ സൂര്യപ്രകാശം ഒരു നിശ്ചിത കാലത്തേക്ക് ഭൂമിയിൽ വരത്തില്ല. നമുക്കറിയാം, മഴക്കാലം കയറിയാൽ സൂര്യപ്രകാശമില്ല, മഴക്കാലം മാറുന്നത് വരെ. ഇതുപോലെ കുഞ്ഞാട് 6ാമത്തെ മുദ്ര പൊട്ടിക്കുക. അത് യോഗനാന്റെ ഭാഷ. നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ കുഞ്ഞാട് 6ാമത്തെ റിമോട്ട് അടിച്ചു. അടിക്കുമ്പോൾ ആകാശത്തിന്റെ 3ാമത്തെ തട്ടിലെ മുഴുവൻ സോഡിയവും വിഘടിച്ച് ആറ്റമാകും. സൂര്യപ്രകാശം ഭൂമിയിൽ വരത്തില്ല. 5 ആക്ഷൻ. 1 സൂര്യനിക്ഷതം, 2 ചന്ദ്രന്, 3 പറഞ്ഞാലേ 4 നേരത്തെ 1 ഭൂമി കുലുക്കം. 5 ആക്ഷൻ ഒന്നിച്ച്. ആര് ജീവിക്കും? ഒരു ചെറിയ ഭൂമി കുലുക്കം ഉണ്ടായാൽ മതി, എല്ലാം തീർന്നു. ഇത് 5ഉം കൂടെ ഒറ്റ ആക്ഷൻ. അപ്പോഴത്തേക്ക് ലോക ജനം ഞെട്ടും. ഇതെന്താടാ, പരിശുദ്ധാത്മാവുണ്ടോ? ഇല്ല. ആരുമാരെയും ആശ്വസിപ്പിക്കത്തില്ല. ഭരിക്കുന്നത് പിശാച്. ഒന്ന് ഭാവനെ കാണണം ആ ലോകം. അതിൽ നിന്ന് രക്ഷപ്പെട്ടതോർത്ത് കരങ്ങളെ കൊണ്ട് ദൈവത്തെ സ്തുതിച്ചേ. ഇനിയും അതിനിടയ്ക്കാണ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഉടൻ വേറൊരു ആക്ഷൻ. 3.5 വർഷമായി ഇവൻ യഹൂദനോട് ഉടമ്പടി ചെയ്തു. നിന്റെ കാര്യമൊക്കെ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ദേവാലയം നിർമ്മിക്കാൻ സ്ഥലം റെഡിയാക്കി കൊടുക്കും. അവരത് റെഡിയാക്കും. ഇപ്പോൾ ഇരിക്കുന്ന ബ്രിക്സ് എല്ലാം, മാർബിൾ ബ്രിക്സ് എല്ലാം എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. അവർ ദേവാലയം എല്ലാം നിർമ്മിച്ച് പരിപാടി അങ്ങോട്ട് തുടങ്ങും. ഇവൻ അടുത്ത കൽപ്പന, 2 കൽപ്പന പുറപ്പെടുവിക്കും. വെളിപ്പാട് 6:7 വായിക്കാം. വെളിപ്പാട് 6:7. നമ്മളെ ഒരു കാര്യം ഓർത്തോണേ, ഞാൻ ഇനിയിപ്പോ പറയുന്ന കാര്യങ്ങൾ വെളിപ്പാട് 12-14 അധ്യായം വരെയുള്ള കാര്യങ്ങളായി പറയുന്നത്. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. 9-ാം വാക്യം വായിക്കാം. 6:9. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തം തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ സ്വർഗത്തിലെ രക്തസാക്ഷികൾ മാർട്ടിയേഴ്സ് എന്ത് നിമിത്തമാണ്? ദൈവവചനം നിമിത്തം, തങ്ങൾ പറഞ്ഞ സാക്ഷ്യ നിമിത്തം. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, 7 വർഷം യഹൂദനുള്ളതാ. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തർ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും. ഇവരെ ഇങ്ങനെ പൂജിച്ച്
ആദരിച്ചിരിക്കുക ഈ വേൾഡ് റൂളറെ. അന്നേരമാണ് ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവരുടെ നിയമം കൊണ്ടുവരും. എല്ലാവരുടെയും നെറ്റിയിലും കയ്യിലും എന്റെ നമ്പർ അടിക്കണം. എന്നല്ലേ പറഞ്ഞ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി എല്ലാവരും സ്വീകരിക്കണം. സെക്യൂരിറ്റി റീസൺ, വൺ വേൾഡ് സിസ്റ്റം, എല്ലാവരെയും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിക്കണം. അതുകൊണ്ട് എന്റെ നമ്പർ നിങ്ങളുടെ കയ്യിൽ വരണം. അതാണ് ഇന്ന് ഈ ചിപ്പ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്, നെറ്റിയിലും കയ്യിലും വെക്കാൻ. അതിന്റെ അധികാരികൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത് കണ്ടുപിടിച്ച എഞ്ചിനീയർ ആയിരക്കണക്കിന് ആളുകളുടെ ശരീരത്തിൽ പരിശോധിച്ചു വെക്കാൻ. ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്, ലിത്തിയോൺ. അതിന്റെ പ്രത്യേകത, ആ ബാറ്ററി ലിത്തിയോണാണ്. ശരീരത്തിലെ ടെമ്പറേച്ചർ കൊണ്ട് ചാർജ് ആവും. അങ്ങനത്തെ ഒരു ബാറ്ററിയാണ്. അതിന്റെ ലക്ഷ്യം 100 വർഷമാണ് ആ ബാറ്ററിയുടെ കാലാവധി. 100 years. അതായത് ഈ ചിപ്പം കൊണ്ടൊരാളുടെ മേൽ വെച്ചാൽ ഈ മരിച്ചു പോയാലും ഒരു ആക്സിഡന്റ് കത്തിപ്പോയാലും ഒരു കുഴപ്പവും ഈ ചിപ്പ് കിട്ടിയാൽ ഇത് ആരാണെന്ന് അറിയണം. അതിനാണ് ക്രമീകരണം. ആ ചിപ്പ് കിട്ടിയാൽ മതി, ബാറ്ററി വർക്കാൻ 100 വർഷം. ലിത്തിയോണ ബാറ്ററി നമ്മുടെ ടെമ്പറേച്ചർ കൊണ്ട് ചൂടാവും. അദ്ദേഹം ഈ ബൈബിളിന്റെ ആധികാരികത മനസ്സിലാക്കാൻ പറയുന്നതേ ഉള്ളൂ. ഇദ്ദേഹം ആയിരക്കണക്കിന് ആളുകളുടെ ശരീരത്തിൽ ഇത് ചെക്ക് ചെയ്തു. ശരീരത്തിൽ നമ്മുടെ ബോഡി, ഇവിടെ മെഡിക്കൽ സ്റ്റാഫ് ധാരാളം ഉണ്ട്, അവർക്കറിയാം. നമ്മുടെ ബോഡി ടെമ്പറേച്ചറ് ശരീരത്തിൽ പല സ്ഥലങ്ങളിലും പല വിധത്തിലാണ്. അല്ലാതെ എല്ലായിടത്തും ഒരുപോലെ അല്ല. കയ്യിലെ ചൂടല്ല നെറ്റിയിലെ ചൂടല്ല കാലിലാണ് ഏറ്റവും തണുപ്പ് വരുന്നത്, ചൂട് കുറയുന്നത്. ആദ്യം തണുപ്പടിച്ച മരയ്ക്കുന്ന എവിടെ? തലയല്ല, എവിടെ? കാല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മസിൽ കയറുന്ന എവിടെ? കാലയില, കയ്യിലല്ല. കയ്യിലും ഉണ്ട് മസിൽ, കാലിലും ഉണ്ട് മസിൽ. പക്ഷെ മസിൽ കയറുന്ന കാലയില. അവിടെ തണുപ്പ് സ്വാഭാവികമായി തണുപ്പാ, ചൂട് കുറവാ. കയ്യിലെ ചൂടല്ല കാലിലെ ചൂടല്ല കലയിലേതല്ല മൂക്കൽ, കാലിലെ ചൂടല്ല നാക്ക ചൂട് കൂടുമ്പോഴേ വല്ലോ കുളിച്ച് പറയുന്നു, വല്ലോ കിട്ടുന്നതില്ലേ. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ മുതൽ നോക്കിക്കേ, മരിക്കുന്നത് വരെ 2 സ്ഥലത്തെ ഒരു ടെമ്പറേച്ചർ ഒന്നായിരിക്കും, വ്യത്യാസമില്ല. അദ്ദേഹം ചെക്ക് ചെയ്തു. ആ 2 സ്ഥലത്ത് മാത്രമേ ചിപ്പ് വെക്കാൻ ഒക്കത്തുള്ളൂ. കറക്റ്റ് നെറ്റിയിലും വലത്ത് കൈപ്പത്തിയിലും. വേറെ എങ്ങും ചിപ്പ് വെക്കാൻ ഒക്കത്തില്ല. എത്ര കറക്റ്റാ യോഹന്നാൻ എഴുതിയത്. നെറ്റി മേലും ഇടം കൈയെന്ന് പോലും ഇല്ല, പിന്നെ വലം കൈ മേലും ചിപ്പ് വെക്കാൻ. അതിന്റെ ഉദ്ദേശം അന്ത്യകാലത്ത് എല്ലാവരുടെ മേൽ വെക്കണം. ഇനി ഏതെങ്കിലും കാരണത്തെ കൈ ഒരുത്തന്റെ ആക്സിഡന്റ് നഷ്ടപ്പെട്ട ഒരു കുഴപ്പമില്ല, അവന്റെ നെറ്റിയെ വെക്കൽ കഴുത്തിന് മേലോട്ടില്ല, അതാക്കി ജീവിക്കാറുണ്ട്. അതിനാ നെറ്റിയിലും കയ്യിലും ചിപ്പ് വെച്ച് ഇവനിങ്ങനെടും. അവൻ പറയും, everybody should get the mark. നമ്പർ എല്ലാ രാജ്യങ്ങളിലും 10-12 അക്കമുള്ള നമ്പർ തരും. അതിൻ്റെ കൂടെ അവന്റെ 666 കൂടെ തരും. അതടിക്കണം. ഉടനെ അവന്റെ കൂട്ടുകാരൻ പറയും, വീട്ടിനകത്തൊരു പ്രതിമ ഇറങ്ങി വരും. ഇന്നലെ ഞാൻ പറഞ്ഞത്, കമ്പ്യൂട്ടറിന്റെ 5ാം തലമുറ ബ്ലൂ ബ്രെയിൻ അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് ടെക്നോളജി, അത് മുറിക്കകത്ത് ഇറങ്ങി വരും. ഇവൻ ഇറങ്ങി വരും, അവന്റെ രൂപം. അവനെ നമസ്കരിക്കണം. ലോക ജനതകൾ മുഴുവൻ അക്ഷരം പ്രതി അത് ചെയ്യും. കാരണം ഇവൻ ദൈവമാ. സെക്കൻഡ് കൊണ്ട് സാറ്റലൈറ്റ് മേൽ വെച്ചവനാ. സെക്കൻഡ് കൊണ്ട് റാപ്ചറിൽ സംഭവിച്ച സകല കെടുതികളും മാറ്റിയവനാ. വീണുപോയ ടവർ എടുത്ത് വെച്ചവനാ. അതുകൊണ്ട് അവനെ നമസ്കരിക്കുമ്പോൾ യഹൂദന് 2 കാര്യം ഓർമ്മ വരും. ഇന്നലെ നമ്മൾ പറഞ്ഞത് പുറപ്പാട് 24, ഞാനല്ലാതെ ഉണ്ടാകരുതേ, നിനക്കൊരു വിഗ്രഹം ഉണ്ടാകരുതേ. 2 ലേവ്യാപുസ്തകം 19:28, ഡു നോട്ട് മേക്ക് എനി മാർക്ക് ഓൺ യുവർ ബോഡി. നിന്റെ ശരീരത്തിൽ യാതൊരു അടയാളം ഉണ്ടാക്കരുതേ. ഇന്നും യഹൂദൻ കറക്റ്റായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്. വേറൊരു ദൈവം വിഗ്രഹത്തെ സേവിക്കാൻ പാടില്ല, ദേഹത്തെ പാടാക്കാൻ പാടില്ല. ഉടനെയാണ് ഇവർ ചെറുക്കും, റെസിസ്റ്റ് ചെയ്യും. അതിനാണ് അവരെ പ്രോത്സാഹിപ്പിക്കാൻ 2 സാക്ഷികൾ. ഇന്നലെ നമ്മൾ പഠിച്ചതല്ലേ? വേഗം വന്നിട്ട് മുന്നോട്ട് വരാം. 2 സാക്ഷികൾ. അതാരാണെന്ന് മോശയോ ഏലിയാവോ ഹാനോക്കോ എന്ന് പറയുന്നു. ആര് ആയിക്കോട്ടെ, അവരാകണമെന്നുമില്ല, ആകാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം മോശയും ഏലിയാവും ചെയ്ത പ്രവൃത്തിയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഹാനോക്കെ മരണം കാണാതെ എടുക്കപ്പെട്ടവരാണ്. ഏതായാലും ഒന്ന് പറയാം, അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് വരം നൽകുമെന്ന. അവരുടെ വായിൽ നിന്ന് വരെ തീയിറങ്ങും. ആരെങ്കിലും അവരുടെ വഴക്കനെ എന്നാൽ അവരെ നമ്മൾ ഹോബിഷായ എന്ന് പറഞ്ഞാൽ അതൊരു ഹോബിഷായതല്ല, അവർ ഊത്തൂന്നും തീയിറങ്ങും, എല്ലാം മാറും. അങ്ങനെയാണ് അവരെ 3.5 വർഷം പറയുമ്പോൾ വ്യാജന, ഇവൻ കള്ളന, ഇവൻ പിശാച, ഇവനെ നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ
യഹൂദന്റെ നേരെ പരിപാടി തുടങ്ങും. അവനെ വെടിവെക്കാൻ തുടങ്ങും. അതിന്റെ ആത്മാക്കളെ നാം കാണുന്നത് അതാണ്. ശ്രദ്ധിച്ചോളാം, ഞാൻ പുറകോട്ട് ഇനിയും വരും. എന്നാ വളരെ ശ്രദ്ധിച്ച് പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. യഹൂദനെ കണ്ടമാനവൻ ഉപദ്രവിക്കും. 3-4 ടൈപ്പായി ഒരു യഹൂദന്മാർ. ഒരു ടൈപ്പ് അവന് സപ്പോർട്ട് ചെയ്യും. കാരണം ദാൻ ഗോത്രക്കാരുടെ ജീവനോട് ബന്ധം കാണും, അവർ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ദാൻ ഗോത്രക്കാരുടെ പേര് വെളിപ്പാട് 7-ൽ 2 ഒരു കൂട്ടരെ ശരിക്ക് വെടിവെച്ച് കൊല്ലും, രക്തസാക്ഷികളാവും. അവരുടെ ആത്മാക്കൾ നമ്മുടെ അടുക്കൽ വരുന്നു. അതാണ് നമ്മൾ വായിക്കുന്ന 6-9 യാഗപീഠത്തിലെങ്കിൽ നാഥാ ഞങ്ങളുടെ രക്തത്തോട് നീ എപ്പോൾ പ്രതികാരം ചെയ്യും. വായിച്ച് 6-9. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിർത്തു തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായി അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. ദൈവവചനം നിമിത്തം. ഏതാ ദൈവവചനം? നിനക്കൊരു വിഗ്രഹം ഉണ്ടാകരുത്. 2 ഏതാ ദൈവവചനം? ദേഹത്ത് പാടേൽപ്പിക്കരുത്. ഈ 2 വചനം അവർ കാത്തുസൂക്ഷിക്കും. തങ്ങൾ പറഞ്ഞ സാക്ഷ്യം, ഞങ്ങൾ യഹോവയുടെ ആളുകളാ, ഞങ്ങൾ ആരെയും നമസ്കരിക്കത്തില്ല, ഞങ്ങൾ വേർപെട്ട ജനമാ. അന്നവരത് പറയുന്നെങ്കിൽ നിഴലായിട്ട് ഇന്ന് ഞാനും നിങ്ങളും വേർപാട് ധൈര്യത്തോടെ പറയണം. എങ്കിലേ നമുക്ക് കൃപയുള്ളൂ. സെപ്പറേഷൻ ഈസ് എ സ്റ്റാറ്റസ് ഫോർ ചൈൽഡ് ഓഫ് ഗോഡ്. അത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം. സെപ്പറേഷൻ ഈസ് എ സ്റ്റാറ്റസ് ഫോർ ചൈൽഡ് ഓഫ് ഗോഡ്. വേർപാടെന്ന് പറയുന്നത് ദൈവമക്കൾക്ക് ഒരു അഭിമാനമാണ്. യഹൂദൻ ഇതിന് നടുവിൽ അഭിമാനത്തോടെ പറയും, ഞങ്ങൾ യഹോവയുടെ ജനമാ, ഞങ്ങൾ വേറെ കൂട്ടുക എന്ന് അതിനകത്ത് പറയുന്നെങ്കിൽ ഇന്ന് ഏത് കാര്യത്തിനും ധൈര്യത്തോടെ പറയണം. കണ്ടു, വെടിവെക്കാൻ പറഞ്ഞു. ഒരു കൂട്ടരെ 4 വിധത്തിലാണ്. ഒരു കൂട്ടർ അവിടെ അവന് സ്തുതി പാടി നിന്നോളും, അവർക്കിട്ട് പിന്നെ കൊടുത്തോളും തമ്പുരാശേരിക്ക്. 2 വെടിവെച്ച് കൊല്ലും. ഇനി അടുത്തത് വേഗം ശക്തം മുന്നോട്ട് വരണം. അടുത്തത് യഹൂദനെ കുറിച്ച് പഠിക്കണമെങ്കിൽ 12-ാം അധ്യായത്തിലേക്ക് വരണം. 12-ാം അധ്യായം ഒരു ഡിസ്പ്യൂട്ടഡ് ചാപ്റ്റർ എന്ന് വേണേ പറയാം. പല വിധത്തിൽ പല അഭിപ്രായങ്ങൾ പലരും പറയുന്നതാണ്. നമ്മൾ ആരുടെ അഭിപ്രായത്തിനോ ഒരുത്തരെ പക്ഷം പിടിക്കാനല്ല, ഒരു ഇമ്പാർഷ്യൽ സ്റ്റഡി നടത്താൻ പോവുക. 12-ാം അധ്യായം വായിക്കാം. അവർക്ക് സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴിൽ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. ഈ സ്ത്രീ ആരാണെന്നൊക്കെ പല ചിന്താഗതികളുണ്ട്. ഇത് ഇസ്രായേലാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, ഇത് കന്യാകുമാരിയാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതെല്ലാം എഴുതിക്കട്ടെ. ഇതാരാണെന്ന് നമുക്ക് നോക്കാം. സൂര്യൻ, ചന്ദ്രൻ, എന്തുണ്ട്? നക്ഷത്രം. ഞാൻ ചോദിക്കട്ടെ, സൺഡേ സ്കൂൾ മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞതാരാ? ജോസഫ്. ഉടനെ ചൂടാ, എടാ ഞാനും നിന്റെ അപ്പനും സഹോദരങ്ങളും എല്ലാം നിന്നെ നമസ്കരിക്കുമോ? അപ്പോൾ ഇതെന്നറിയാവോ? ദിസ് ഈസ് ഇസ്രായേലിറ്റിക് ഫാമിലി. അപ്പോൾ ഇത് ഇസ്രായേൽ, മഹോപദ്രവത്തിലെ ഇസ്രായേലാണ്. വെളിപ്പാട് പുസ്തകം ഇന്ന് ഉഴനി ഇങ്ങനെയുള്ള കട്ടി വിഷയമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ. മറ്റേ പള്ളി ഒന്നുകൂടി വിളിച്ചടിച്ച് ചിലരുടെയൊക്കെ ശ്രദ്ധ പത്രന്ന് മുഖം കണ്ടാൽ അറിയാം. വേറെ ഒരു ചിന്തയും കൊണ്ടുവരാതെ ഇനി ആ പടം 1.5 മണിക്കൂർ പോലും ഇല്ല, 1.25 മണിക്കൂറേ ഉള്ളൂ. ഒന്ന് പിടിച്ചു നിന്നോണം. ഈ സ്ത്രീ നിഷ്പക്ഷ സ്റ്റഡിയിൽ മഹോപദ്രവത്തിലെ ഇസ്രായേൽ. അടുത്ത വായിക്കാം. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണാൻ. അവള് നോവ് കിട്ടി നിലവിളിച്ചു. വായിച്ചു. നോക്കിക്കേ, അത്ര വായിച്ചല്ലോ. ഐ അപ്രീഷിയേറ്റ്. വിളിക്കാൻ സൂര്യനെ അണിഞ്ഞ സ്ത്രീ ഇസ്രായേൽ. ഈ സർപ്പം സത്താൻ, എതിർ ക്രിസ്തു. ഇവൾ ഗർഭിണിയായി നോവ് കിട്ടി പ്രസവിച്ചു ഒരാൺകുട്ടി. അവിടുത്തെ വിഷയം എന്താ? ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി സ്വർഗത്തിലിട്ടെടുത്തു. ഉടനെ പിശാച് ഒന്നുകൂടെ ദേഷ്യം. ഉടനെ സ്ത്രീയെ വിഴുങ്ങാൻ പുറകെ കൂടി വെള്ളം ചാടിച്ചു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോകാൻ കഴുകന്റെ ചിറക് കിട്ടി. അവിടെ അവളെ 3.5 വർഷം മരുഭൂമിയിൽ സൂക്ഷിച്ചു. ഇതാണ് ഇവിടുത്തെ സംഭവം. ഇതെന്താ? ഇതെല്ലാം വലിയ, ഇത് ലോകമക്കൾക്ക് മനസ്സിലാക്കാനുള്ളതല്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവർ മാത്രം ഇത് പഠിച്ചാൽ എന്നാ തമ്പുരാന്റെ പ്ലാൻ. അതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നിരിക്കുന്നത്. ഈ സ്ത്രീ ഇസ്രായേൽ, ഇവൾ ഗർഭിണിയായി നോവ് കിട്ടി പ്രസവിച്ചത്. വായിക്കാം. യെരമ്യാ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ.
യെരമ്യാ പുസ്തകം 30-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിക്കണം ആരെങ്കിലും. പുരുഷൻ പ്രസവിക്കാറുണ്ടോ? നോക്കിക്ക, ചോദ്യം. യെരമ്യാ ദർശനത്തിൽ സംഭവം കാണുക. പുരുഷൻ പ്രസവിക്കുവാറുണ്ടോ? അടുത്തത്, ഗർഭിണിയായ സ്ത്രീയെ പോലെ ഏത് പുരുഷനും നടുവിന് കൈ കൊടുത്തിരിക്കുന്നു. ഇതെന്താണെന്നറിയാമോ? മഹോപദ്രവത്തിൽ ഇസ്രായേലിനുണ്ടാകുന്ന മാനസാന്തരം, മഹോപദ്രവത്തിൽ ടോട്ടൽ ഇസ്രായേലിന് ഷേക്ക് ഉണ്ടാകും. നമസ്കരിക്കത്തില്ല ഞങ്ങൾ. 1-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവരായ നമ്മുടെ പിതാക്കന്മാർക്ക് നേരിട്ടതുപോലൊരു പീഡനം. എന്റെ മുദ്ര ഏൽക്കത്തില്ല, എന്റെ പ്രതിമയെ നമസ്കരിക്കത്തില്ല. അവരിൽ ഒരു റിഫോർമേഷൻ ഉണ്ടായി. ഒരു പുതിയ തലമുറ അതിനിടയിൽ വരും. അതാണ് ഈ ആൺകുട്ടി പ്രസവിക്കും. വായിച്ച് എത്ര കൃത്യമായിട്ടെന്നറിയാവോ? യെശയ്യാവ് 26:18 വായിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും. ഞങ്ങൾ ഗർഭം ധരിച്ചു, നോവ് കിട്ടി, പ്രസവിച്ചാറ്. ഞങ്ങളെ പ്രസവിച്ചു. കുഞ്ഞിനെ കേട്ടില്ല, കാറ്റിനെ പ്രസവിച്ചു. എന്താ നിങ്ങൾ ഇനി എന്നെ നോക്കാം, എന്നെ പിടി കിട്ടുകയില്ല. ഇതൊന്നാമത് വളരെ ഹാർഡ്, രണ്ടാമത് നിങ്ങൾ ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്നത്, മൂന്നാമത് പലർക്കും വേറെ പല ചിന്തകളും ഒക്കെ. ഇതെല്ലാം കൂടെ കയറി വന്നത് മനസ്സിലാക്കാതിരിക്കും. എന്നെ നോക്കണം. ഈ സ്ത്രീ മഹോപദ്രവകാലത്തെ ഇസ്രായേൽ, അവൾക്ക് നോവ് കിട്ടി. അതായത് നിങ്ങൾ നോക്കിക്കേ, ചില പ്രത്യേക സഭകളിൽ പൊതുവെ ഒരു റിവൈവൽ കൂട്ടമില്ലേ, അവരുടെ ഉപദേശവുമായി ഒരു ബന്ധവുമില്ലാത്ത അന്യഭാഷ എന്ന് പറയുന്നത് മാനസിക രോഗികൾ പറയുന്നതാണെന്ന് പറഞ്ഞ പുള്ളികൾ ഇപ്പോഴുണ്ടല്ലോ. കടുക് പറക്കുന്നവൻ അന്യഭാഷ പറയുന്നു അല്ലേ? നമ്മുടെ സഭ, പെന്തിക്കോസ്ത് സഭയിലല്ല, അല്ലാത്തടത്ത് അവിടെ ഒരു റിഫോർമേഷൻ ഇല്ലേ? കത്തോലിക്ക സഭ നോക്കിക്കേ, ഇടുങ്ങി നിന്നതാ. ഇപ്പൊ അതിനകത്ത് ഒരു റിഫോർമേഷൻ, അതാ കരിസ്മാറ്റിക്. അതിനകത്ത് അവർക്ക് വലിയൊരു ആത്മീയ നവോത്ഥാനം. അവരന്യഭാഷ പറയുന്നു, ആരാധിക്കുന്നു. നേതൃത്വങ്ങൾ എന്തോ പറയുന്നവർ നോക്കുന്നില്ല. എല്ലായിടത്തും കാണാം. ഇതുപോലെ യഹൂദൻ ഒരു ടോട്ടൽ മനസ്സാന്തരം ഉണ്ടാകും. അതിലൊരു തലമുറ ഉണ്ടാകും. ആ തലമുറയാണ് ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തലമുറ, ഒരു യുവതലമുറ പോലെ. ഇവനെ ഞങ്ങൾ എതിർക്കും എന്ന് പറയുന്ന ഒരു തലമുറ. പക്ഷേ സ്ത്രീ പ്രസവിച്ചു, കാറ്റിനെ പ്രസവിച്ചാൽ ഒന്നും കണ്ടില്ല. അതുപോലെ ഇതുങ്ങളെ സ്വർഗത്തിലേക്ക് എടുക്കും. ഈ ആൺകുട്ടിയെ നാം രൂപാന്തരപ്പെട്ടതുപോലെ എടുക്കും. സ്വർഗത്തിലേക്ക്, കുട്ടിയെ സ്വർഗത്തിലേക്ക് എടുക്കും. ആ മനസ്സാന്തരപ്പെട്ടവരെ തൊടാൻ കർത്താവ് സമ്മതിക്കുന്നില്ല, പിശാച് എടുക്കും. അപ്പോഴാണ് സ്ത്രീക്ക് 12:14 എങ്ങോട്ട് ഓടണം? മരുഭൂമിയിലേക്ക്. നോക്കിക്കേ, പിന്നീട് നമ്മളെ അർമ്മഗദോൻ യുദ്ധം പഠിക്കുന്ന സ്പെസിഫിക് സ്ഥലം പറയാം. പലസ്തീന് തെക്കുള്ള മരുഭൂമികളിലേക്ക് അവൾ ഓടി വരും. ഇങ്ങേയറ്റത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ റാസൽ ഖൈമ വരെയും സുൽത്താനേറ്റ് ഓഫ് ഒമാൻ വരെയും വരും. ഈ മരുഭൂമി താമസിക്കുന്ന ആരാന്നറിയാമോ? ഇതെല്ലാം അബ്രഹാമിന്റെ മക്കളാ. ഇവർ ഇസഹാക്കിന്റെ മക്കൾ. അബ്രഹാമിന് വേറെ മക്കളുണ്ട്, യേശാവിന് മക്കളുണ്ട്, കെതൂറായിക്ക് മക്കളുണ്ട്. അവർ ക്രോസ് മാരേജ് കഴിച്ചവരായി ഈ നാടുകളിലുള്ള മുഴുവൻ അറബികളും. ഇന്നവർക്ക് രാഷ്ട്രീയമായി വൈരാഗ്യമാ. എന്നാൽ സ്വർഗം അവരുടെ പ്ലാൻ മാറ്റും. ഇവർക്കും വിഗ്രഹം നിഷിദ്ധമാ. ഇവരും മാർ കേൾക്കുന്നതിൽ അത്ര സന്തോഷമുള്ളവരല്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലാകും, മറ്റത് നമ്മുടെ സഹോദരങ്ങളാ. കുറേ വാക്യം പറയാം. ഇവിടെ ചേർത്തണയ്ക്കും. ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന്റെ വരവിൽ, ഞാൻ ഔദ്യോഗികമായിട്ടുള്ള എന്റെ ചിന്തയിൽ ഞാൻ പറയുന്നതാണ്, കർത്താവിന്റെ വരവിൽ ആ വലിയ ആക്ഷനിൽ പടുനില കെട്ടിടങ്ങളെല്ലാം താഴെ പോകും. ഈ അറബി നാട്ടുകളിലെ ഒരൊറ്റ കെട്ടിടം കർത്താവ് കളയത്തില്ല. തന്റെ ജനത്തെ 3.5 വർഷം മരുഭൂമിയിൽ സൂക്ഷിക്കുവാൻ സ്വർഗം ഇത് കരുതി വെക്കും. ഹല്ലേലൂയ. ഇവിടെ എന്തേലും കെട്ടിടങ്ങൾ പണിത് കൂട്ടുന്നു. ഇവിടുത്തെ വേറൊരു കണക്ക്, ഈ അറബി രാജ്യങ്ങളിലെല്ലാം ഇവിടുത്തെ പോപ്പുലേഷന്റെ 3 ഇരട്ടി ബിൽഡിംഗ് ഉണ്ടെന്നാ. വാടക കൂട്ടുന്നതും കുറയ്ക്കുന്ന ബിസിനസ് ടെക്നോളജി ഇഷ്ടം പോലുണ്ട്. അതെ, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഈ ജനത്തെ സൂക്ഷിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇവരെ കൊണ്ട് നിർമ്മിക്കുകയാണ്. ഇവർക്കാനുള്ള പ്രതിഫലം കൊടുക്കുക പിന്നീട് ചിന്തിക്കാം. ഇവരെ ഇവിടെ സൂക്ഷിക്കും. കാരണം എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. എണ്ണ രാജ്യങ്ങളെ അവൻ അധികം തൊടത്തില്ല. അവൻ ഓയിൽ കിട്ടത്തില്ല. മദ്യമുള്ള രാജ്യങ്ങളെ തൊടത്തില്ല. അത് ഓയിൽ കിട്ടത്തില്ല. മദ്യമുള്ള ഏറ്റവും നല്ല മദ്യം ഉണ്ടാക്കുന്ന ഒരു രാജ്യ ഫ്രാൻസ്, അവനെയും തൊടത്തില്ല. ഇനിയും സമയമില്ലാത്തോടെ ഞാൻ ഓടി പറയുക, അമേരിക്ക, ബ്രിട്ടൻ, ഗൾഫ്, ഈ 3 രാജ്യം എതിർക്രിസ്തുവിനെ ചോദ്യം ചെയ്യും. എപ്പോൾ? യെഹെസ്കേൽ 38:13 കാണാം. സോവിയറ്റ് റഷ്യ ഇസ്രായേലിനെ കയറി ആക്രമിക്കും.
സോവിയറ്റ് റഷ്യ, നാം അതായിരിക്കാം ഒരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭം. സ്പീഡ് കൂടിയാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല എങ്കിൽ ഞാൻ പറയുകയാണ്, ശെബയും ദദാനും തർശീശ് വർത്തകന്മാരും അതിലെ ബാലസിംഹങ്ങളും സോവിയറ്റ് റഷ്യയോട് ചോദിക്കുന്നു, നീ കൊള്ളയടിക്കാൻ വന്നോ? സോവിയറ്റ് റഷ്യ ഇസ്രായേലിനെ കയറി പിടിക്കും. ഇന്നവർ നോട്ടമിട്ടിട്ടുണ്ട്, അവർക്കറിയാം ഇസ്രായേലിലെ ഡെഡ് സീയിലെ 200 ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് 2 വർഷം ജീവിക്കാനുള്ള വിരവർഷമുണ്ട്. ഇതെല്ലാം അവർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. അഗസ്റ്റിയൽ 38 പറയുന്നു, ഗോഗേ മാഗോഗേ. ആ ടൈമിങ് നിങ്ങൾ വേണേ നമുക്ക് അല്ല മറ്റു വിഷയങ്ങൾക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. അപ്പോൾ കയറി ആക്രമിക്കുമ്പോൾ ആന്റിക്രൈസ്റ്റ് കണ്ണടയ്ക്കും, കയറി പിടിച്ചോളാൻ പറയും. ഉടനെയാണ് ശെബയും ദേദാനും തർശീശ് വർത്തകന്മാരും അതിലെ ബാലസിംഹങ്ങളും. ശെബയും ദേദാനും ആരാണെന്നറിയാമോ? ഗൾഫ് രാജ്യങ്ങൾ. തർശീശ് വർത്തകന്മാർ, തർശീശ് ആരാണ്? സ്പെയിൻ. അവിടുന്നാണ് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത് ബ്രിട്ടൻ വഴി. അതിലെ ബാലസിംഹങ്ങൾ ഈ കൂട്ടരെ എവനെ ചോദ്യം ചെയ്യും. നീ മോട്ടിക്കാൻ വന്ന ഇസ്രായേൽ എതിരായി വരുന്ന ഈ സോവിയറ്റ് റഷ്യയെ ചോദ്യം ചെയ്യും. എന്നാൽ അതിനു മുൻപേ ഈ രാജ്യങ്ങൾക്ക് എത്ര നല്ല കണ്ടീഷനിലായിരിക്കും ആന്റി ക്രൈസ്റ്റിനോട്. അതുകൊണ്ട് അവൻ ഇങ്ങനെ നിൽക്കും, ഇവിടെ സംരക്ഷിക്കും. 3.5 വർഷം യഹൂദനെ ഇവിടെ സൂക്ഷിക്കും. കേട്ടോണം, ഉടൻ 6ാമത്തെ ആക്ഷൻ വെളിപ്പാട് 7:1. വെളിപ്പാട് 7:1. അതിന്റെ ശേഷം ഭൂമിയിന്മേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത്. 6ാമത്തെ ആക്ഷൻ സൂര്യൻ. 5ാമത്തെ ആക്ഷനിൽ സൂര്യൻ കരിമ്പടം പോലെ കിടക്കും. അപ്പൊ ഈ ഭൂമിക്ക് ചൂടില്ല. 6ാമത്തെ ആക്ഷൻ ഓക്സിജൻ ഘനീഭവിക്കും. ഒരെണ്ണത്തിന് ഇതുപോലെ ശ്വാസപ്പെടാൻ പറ്റില്ല, എല്ലാം വലിച്ചു നടക്കും. ഓക്സിജൻ ഘനീഭവിക്കും. നോർമൽ ബ്രീത്തിങ് വലിയ പ്രോബ്ലം ആവും. അത് കഴിയുമ്പോൾ ഒരു വലിയ സംഭവം നടക്കും. അത് പറഞ്ഞിട്ട് നമുക്ക് 1-2 ആക്ഷനോടെ ചിന്തിച്ചിട്ട് വേണം ഏറ്റവും പ്രധാനമായ ഒരു കാര്യം പറയാൻ. മഹോപദ്രവത്തിൽ 2 വിധത്തിലുള്ള വീണ്ടെടുപ്പ്. ഒന്ന്, മുമ്പേ പറഞ്ഞ മാനസാന്തരപ്പെടുന്ന ഇസ്രായേൽ. വായിക്കാം, വെളിപ്പാട് 7:3 മുതൽ വായിക്കാം. നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അടുത്ത വാക്യം, മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. 1,44,000 പേരെ മുദ്രയിട്ട് മാറ്റും. ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേരെ. അതിനകത്ത് ഞാൻ ഗോത്രമില്ല, പകരം വേറെ ഗോത്രം കേട്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞതില്ലേ, ഈ 1,44,000 പേരെ സീലടിച്ച് എതിർ ക്രിസ്തു തൊടത്തില്ല. അതാണ് 7-ാം അധ്യായത്തിൽ കാണുന്ന ആദ്യത്തെ വീണ്ടെടുപ്പ്. എതിർ ക്രിസ്തുവിനെ വന്നിക്കാതെ, അവന്റെ മുദ്രയേൽക്കാതെ റെസിസ്റ്റ് ചെയ്യുന്നവരെ മുദ്രയിട്ടടിക്കും. അവരെവിടെ പിന്നീട് ഇവിടുത്തവരെ കാണിക്കുന്നുണ്ട്. അത് പലരും പല അർത്ഥത്തിൽ എടുക്കുന്നുണ്ട്. നമ്മൾ ആരെയും വിമർശിക്കാനല്ല, നിഷ്പക്ഷമായിട്ട് പറയാനാ. ഇവരെ 7-ാം അധ്യായത്തിൽ കാണുന്നു 1,44,000 പേരെ മുദ്രയിട്ടു. ഇപ്പൊ കർത്താവിന്റെ ദാസൻ ഗർസീം ഭാഷ പിടിയുള്ള കുട്ടികളുടെ എല്ലാം കയ്യിൽ ഒരു പാട്ടി കൊടുത്തവിടെ മാറി നിൽക്കാം. ഈ കുട്ടികൾ മാറി നിന്നു. പിന്നെ ഇവരെവിടാന്ന് അറിയണ്ടേ? ഇതുപോലെ ഈ 1,44,000 പേരെ 14-ാം അധ്യായത്തിൽ കാണാം. സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുള്ള 144. 14-ാം അധ്യായം വായിച്ച് ഇത് ഒത്തിരി ദുർവ്യാഖ്യാനം ചെയ്യുന്നൊരു വാചകമാണ്. ഇത് ഞങ്ങളാ എന്ന് പറയുന്നവരുണ്ട്. പിന്നെ ഇത് കല്യാണം കഴിക്കാത്തവരാന്ന് പറയുന്നവരുണ്ട്. അതിനകത്ത് ഈ വാക്യത്തിന്റെ അവിടെ പണ്ടൊരുത്തൻ ആനയെ കണ്ട പോലെ, ഒരുത്തൻ പറഞ്ഞ ഒരൽ പോലിരിക്കും, ഒരുത്തൻ പറഞ്ഞ കുട്ടുകുറ്റി പോലിരിക്കും. അവരൊക്കെ ഓരോ ഭാഗത്തെ തൊടുന്നത്. അതാ ഒരുത്തൻ പറഞ്ഞു ആ കൊമ്പെ തൊട്ട ജവം പറഞ്ഞ് വാരിക്കുന്ന പോലെ, ഒരുത്തൻ ചെവിയെ തൊട്ട ജവം പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ മോറം പോലെ, കാലെ തൊട്ടവനെ പറഞ്ഞ ഒരൽ പോലെ. ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഇതാരാ? ആ വാക്യം ഒന്ന് വായിച്ചേ, ഉറക്കെ വായിക്കണം. നമ്മളത് പഠിച്ചിട്ട് ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോട് കൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു.
അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. അടുത്ത വാക്യം. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന, ഇതൊക്കെ വെച്ചോണ്ടാണ് ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പാടുവാൻ കഴിഞ്ഞില്ല. അടുത്തത്, അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാതെ. കല്യാണം കഴിക്കുന്നത് നമ്മളതിനെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കാം. ഈ ഒരു നോക്കിക്കേ, 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിൽ, പിന്നെ വചനപ്രകാരമുള്ളത് സഭ ഭൂമിയിലേ ഇല്ല. 24 പൂവന്മാർ പാട്ടുപാടുക, കുഞ്ഞാടെ നീ അറക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് നീ ഞങ്ങളെ വിലക്ക് മേടിച്ചു. പിന്നെ എങ്ങനെ ഇവിടെ സഭ വരുന്നത്? ഇത് ഈ 7-ാം അധ്യായത്തിൽ കാണുന്ന ആളുകളെ എവിടെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന് അറിയിക്കുക. 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാം അവരുടെ ദേഹത്തെ ഈ ഭൂമിയിൽ സീലടിക്കുന്നു. 14-ാം അധ്യായത്തിൽ കാണിക്കുന്നു അവരെ സ്വർഗത്തിൽ നമ്മളുടെ അടുത്ത് അക്കോമഡേറ്റ് ചെയ്തു. ഇവരും വിലയ്ക്ക് മേടിച്ചവരെന്നൊരു വാക്യമുണ്ട്. ഭൂമിയിൽ നിന്നും ഒരു പാട്ട് പാടുന്നുണ്ട്. ഭൂമിയിൽ നിന്നും വിലയ്ക്ക് മേടിച്ചവർക്ക് പാടാനൊക്കത്തുള്ളൂ. മറ്റേ പുള്ളി തോന്നിച്ചിട്ട് ഇതിനിടയ്ക്ക് അവൻ കയറി ഇത് പറയുമ്പോ, നീ കന്യകമാരാകിയാൽ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ. എന്താണ് ഈ വിലയ്ക്ക് മേടിച്ചത്? അവരെ നമ്മളെ വിലയ്ക്ക് മേടിച്ചതാ. നിങ്ങളെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ കുഞ്ഞാടിന്റെ നമ്മളെ രക്തം കൊണ്ട് വിലയ്ക്ക് മേടിച്ചു. പഴയ നിയമ ഭക്തന്മാർക്കും യേശുവിന്റെ രക്തം അപ്ലിക്കബിളാണ്. ഒന്ന്, അവരിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് രക്തം തന്നതുപോലെ ഇവർക്കും കൊടുത്തിട്ടുണ്ട് വിലയ്ക്ക് മേടിക്കാൻ ഒരു പ്രൊവിഷൻ. അതാണ് ന്യായപ്രമാണം. ന്യായപ്രമാണത്തിൽ കൂടി അവരെ കർത്താവ് വിലയ്ക്ക് മേടിച്ചു. നോക്കിക്കേ, ന്യായപ്രമാണം ഏറ്റവും മുഖ്യ കൽപ്പന എന്താ? ഇസ്രായേലി കേൾക്കാം. മർക്കോസ് 12:28, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി ഒരു കൽപ്പനയുമില്ല. ഇതിനകത്തെല്ലാം അടങ്ങി. ന്യായപ്രമാണത്തിൽ നിന്നും അവരെ ന്യായപ്രമാണം കൊണ്ട് വിലയ്ക്ക് മേടിക്കപ്പെട്ടവർ. 2, കന്യകമാരായാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. നമ്മളെ കുറിച്ച് എന്താ പറയുന്നത്? നമ്മളും കന്യകമാരാണ്. ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷനെ എന്നാ കന്യകയാ? സെക്കൻഡ് ഹാൻഡ് കന്യകയല്ല, നിർമ്മല കന്യകയുടെ അടയാളം. 2 അടയാളമാണ് ഇവിടെ. അതുണ്ടോ നിങ്ങൾ? ഞാൻ കന്യകമായി. അത് യാക്കോബ് പറയുന്ന 2 അടയാളം. അതാണ് കന്യക. അല്ല, ലോകപ്രകാരം കല്യാണം കഴിക്കാതെ ജീവിക്കുന്നവരൊന്നും അല്ല. വായിക്കാം. അത് സ്കിപ്പ് ചെയ്തില്ല. കന്യകയല്ല. വായിക്കാം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ 27-ാം വാക്യം. അനാഥരെയും വിധവമാരെയും ആര് സൂക്ഷിക്കണം? ഭാര്യ ഭർത്താവല്ല, ഭർത്താവ് ഭാര്യയല്ല, അപ്പനെ മക്കളല്ല, മക്കളെ അപ്പനല്ല. നമ്മളെ സൂക്ഷിക്കണം. നോക്കിക്കേ, 2 യോഗ്യത. കന്യക 1, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് എനിക്ക് വളരെ സന്തോഷത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞ് എന്നെ ഈ മീറ്റിംഗിന് ക്ഷണിച്ച ബെഥേൽ അഡ്മിഷൻ സഭയെ കുറിച്ച് മറ്റുള്ളവർ തന്നെ പറഞ്ഞു. ഇവിടുത്തെ സഹോദരന്മാരും എനിക്ക് വളരെ സന്തോഷം തോന്നി. രോഗികളെയും ആശുപത്രിയിൽ കിടക്കുന്നവരെയും പോയി കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത സഹോദരിമാരും സഹോദരന്മാരും ദൈവദാസന്മാരും ഇതിനകത്തുണ്ട്. അത് കന്യകാത്വത്തിന്റെ ലക്ഷണമാണ്. കന്യകാത്വത്തിന്റെ ലക്ഷണമാണ്. അനാഥരെയും വിധവമാരെയും രോഗികളെയും ഒക്കെ പോയി കാണുക, ആശ്വസിപ്പിക്കുക. ആരാ? ഇത് ഇസ്രായേൽ കന്യക. 2, ലോകത്താലുള്ള മാലിന്യം അപ്പൊ മാലിന്യത്തിന്റെ നടുവിൽ ജീവിക്കണം. ഏൽക്കരുത്. മാലിന്യത്തിന്റെ നടുവിലാണ് കഴിയുന്നത്. ഏൽക്കരുത്. അതാണ് ഞാൻ ഈ സെപ്പറേറ്റർ എപ്പോഴും പറയുന്നത്. മാലിന്യമില്ലാത്ത ഒരു ലോകത്ത് നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. അങ്ങനെയാണ് ഈ ലോകം വിട്ടു പോകണം. എന്നാൽ ആ മാലിന്യം നമ്മിൽ വരരുത്. കമ്പ്യൂട്ടർ ഈ സിസ്റ്റത്തിൻ്റെതാണ്. അത് നമുക്ക് വേണം. ഇന്റർനെറ്റ് ഈ സിസ്റ്റത്തിന്റെ ആവശ്യമാ. പഠിക്കാൻ അത് ആവശ്യമാ. ജോലി ചെയ്യാൻ അത് ആവശ്യമാ. പക്ഷെ അതിനകത്തെ മാലിന്യത്തിൽ കയറരുത്. കയറിയ കന്യകത്വം പോയി. ഒരു ഉദാഹരണം എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കണം. പഠിക്കാൻ അത് ആവശ്യമാ. റിസർച്ച് ചെയ്യാൻ ആവശ്യമാ. ഇത് അർജന്റാ. പഠിക്കുമ്പോ കാലം മുതൽ വേണം. പക്ഷെ അതിനകത്ത് കയറി ഒടുവി ചാറ്റിംഗ് ആയി, പിന്നെ ചീറ്റിംഗ് ആയി, മാലിന്യമായി. അതാ മാലിന്യം. അല്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതല്ല മാലിന്യം. ഉപയോഗിച്ച് പണ്ട് സർക്കസുകാരൻ പോലെ വളയത്തിൽ കൂടെ ചാടി ഒടുവിൽ വളയില്ലാത്തൊരു ചാട്ടം ചാടുന്ന പണി. അല്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഭാവമല്ല. അതിനകത്തെ ചാറ്റിംഗ് കയറിയാൽ അടുത്ത പണി കയറും ചീറ്റിംഗ് കയറിയാൽ പിന്നെ വരുന്ന നിരാശ, പിന്നെ വരുന്നത് ആകെ തകർന്നു. ഇതാ ലോകത്താലുള്ള
മാലിന്യത്തിൽ ഒന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ ഒത്തിരി മാലിന്യങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട്. അത് ഏൽക്കാത്തതിന്റെ നടുവിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആരായി? കന്യക. അതാണ് കന്യക. ഇതുപോലെ അപ്പോൾ നമ്മൾക്കും ആത്മീയ വർദ്ധന ആവശ്യമായിട്ട് ഞാനത് പറയുന്നതേ ഉള്ളൂ. നമ്മൾ കന്യകമാരാ. പുതിയ ദൈവത്തിൽ നമ്മൾ കന്യകയാ. ഞാൻ നിങ്ങളെ നിർമ്മല കന്യക ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ അവളെ വചനത്തോടുകൂടി ആ ജലസ്നാനത്താൽ വെടിപ്പാക്കി കറാചുടുക്കം മാലിന്യം ഒന്നുമില്ലാതെ തനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. നമുക്ക് അവന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഇൻ സ്പ്ലെൻഡർ കണ്ടീഷൻ. ലോകത്തിന്റെ ഒരു മാലിന്യവും നമ്മൾ വരാതെ ശ്രദ്ധിക്കണം ദൈവമക്കളെ. നിങ്ങൾ എല്ലാവരും വളരെ ക്ലീൻ ആയിട്ട് ജീവിക്കുന്നവരാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. എന്തായാലും സൂക്ഷിക്കണം എന്നും പറഞ്ഞ് അലർട്ടായിട്ട് ഇരുന്നില്ലെങ്കിൽ അവൻ കയറി വരും. ഈ ലോകം മുഴുവൻ ഞാൻ പറയാം, ക്രൈസ്തവ ലോകത്തിൽ ഒരുപാട് മാലിന്യം കയറി. ഉപദേശത്തിൽ മാലിന്യം, ആരാധനയിൽ മാലിന്യം, ഇല്ലേ, ലൈഫ് സ്റ്റൈലിൽ മാലിന്യം. അങ്ങനെയല്ല, നമ്മൾ മാലിന്യം കയറിക്കണം. അപ്പോൾ ഈ സ്ത്രീ കന്യക ഇവിടെ വന്നു. 1,00,000 ഒരു വീണ്ടെടുപ്പ്. ഇനി അടുത്തൊരു വീണ്ടെടുപ്പുണ്ട്. അതൊന്നും അറിഞ്ഞിരിക്കണം. വായിക്കാം. വെളിപ്പാട് 7:7 മുതൽ വായിക്കാം. 7:9 മുതൽ വായിക്കാം. ഇതിന്റെ ശേഷം, അതായത് 1,44,000 പേരെ മുദ്ര ഇട്ടതിന് ശേഷം അടുത്തത് കേട്ടോ. ഗോത്രങ്ങൾ സകല ജാതികളിലും, ഓരോ വാക്ക് ശ്രദ്ധിച്ചോണം. സകല ജാതികളിലും, ഗോത്രങ്ങളിലും, വംശങ്ങളിലും, ഭാഷകളിൽ നിന്നുള്ള ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം, ഒരു വലിയ പുരുഷാരം വെള്ളത്തിലേക്ക് ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിന്റെ മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ദൈവമക്കളെ, നമ്മൾ അവിടെ ആ മേളില, നമ്മള് സിംഹാസനത്തിന്റെ ചുറ്റും ഇരിപ്പുണ്ട്. അന്നേരം ഒരു കൂട്ടരങ്ങ് വന്നു. അവർക്കും നമ്മളെ പോലെ വെള്ള നിലയാങ്കി. അവരുടെ കയ്യിൽ പഴയ നിയമത്തിലെ ജയത്തിന്റെ അടയാളമാ കുരുത്തോല. വിജയിച്ചു എന്നുള്ളതിന്റെ അടയാളമാ കുരുത്തോല. യുദ്ധമൊക്കെ ജയിച്ചു വരുമ്പോൾ അന്ന് കുരുത്തോല വെട്ടിപ്പിടിക്കും. അവരും കുരുത്തോലയായിട്ടിട വന്നു. ഒരു വലിയ എണ്ണമില്ലാത്തൊരു സംഖ്യ. അടുത്തത് കേട്ടോണം. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവരായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം. അവരുടെ പാട്ടതാണ് സാൽവേഷൻ ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. രക്ഷ. വേറൊന്നും അവർക്ക് പറയാനില്ല. അവർക്ക് പറയാനുള്ളത് രക്ഷ. അടുത്തത് സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പാകെ കവിണ്ണു വീണ് ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. അടുത്തത് കേട്ടോ. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളത്തിലേക്ക് ധരിച്ചിരിക്കുന്ന ഇവൻ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഒരു ചോദ്യം, ഇവർ എവിടെ നിന്ന് വന്നവര്? അടുത്ത വാക്യം. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ദൈവമക്കളെ, ഇവർ എവിടെ നിന്ന് വന്നവരാ? അപ്പൊ മഹാകഷ്ടം എവിടെയാ? മഹാകഷ്ടം എവിടാ? ഭൂമി. നമ്മളെവിടാ? സ്വർഗത്തിൽ. ഇവരെവിടാ? ഇപ്പം ഇവരെവിടെയാ? പറ. സ്വർഗത്തിൽ. ഇവരെവിടുന്ന് വന്നവരാ? മഹാകഷ്ടം എവിടാ? അപ്പൊ മഹോപദ്രവത്തിൽ വന്നവരാ. മഹോപദ്രവത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ വന്നു. അവർക്ക് വേറെ ഒരു പാട്ടും പാടാനില്ല. ഞങ്ങൾക്ക് വിസായിട്ട് നല്ല ഒരു പാടിയത്. ഞങ്ങൾ രക്ഷപ്പെട്ടെങ്കിൽ വന്നു. അടുത്തത് കേട്ടോണം. കുഞ്ഞാടിന്റെ രക്തത്തിൽ, ഇതാ നമ്മുടെ പിൻ പോയിന്റ്, തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഇവരുടെ പാവക്കറ പോക്കിയ എങ്ങനെയാ? ആരുടെ രക്തത്തിലാ? കുഞ്ഞാടിന്റെ. നിങ്ങളുടെ സൗകര്യം നോക്കാം. പല്ല് നോക്കിയതാ. മറ്റേ പുള്ളി വേറെ ചിന്തകളെല്ലാം കൊണ്ടുവരുന്ന നോക്കിക്കേ. കുഞ്ഞാടിന്റെ രക്തത്തിൽ ഇവർ അങ്കി അലക്കി വെളുപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി പാപമോചനത്തിലുള്ള അവസാന അവസരം എപ്പോൾ വരെയാ? അതാ നമുക്ക് അറിയേണ്ടത്. നിങ്ങളത് കോപ്പറേറ്റ് ചെയ്ത് എന്നോട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ഏത് പാപിക്കും സൗജന്യമായി രക്ഷ പ്രാപിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന അവസാനത്തെ ഡേ എന്ന മഹോപദ്രവത്തിന് മുമ്പേ കർത്താവായ യേശുവിന്റെ ഉത്പ്രാവണത്തിന്റെ അന്ന് വരെ. അതാണ് പറയുന്നത് സുപ്രസാദ കാലം ഇത്, രക്ഷാ ദിവസം ഇത്. കർത്താവ് വന്ന് സഭയെ എടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവും ഇല്ല, കൃപായുഗം തീർന്നു. യേശുവിന്റെ രക്തത്തിൽ കൂടി രക്ഷിക്കപ്പെടുവാൻ നോ ചാൻസ്. ഒരിക്കൽ കൂടി, ആഫ്റ്റർ റാപ്ചർ there is no chance for anybody to save through the blood of Jesus. ആണോ? മനസ്സിലായോ? അപ്പൊ ഇവരെ കുറിച്ച് പറയുന്നു, ഇവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കിയലക്ക് വിളിപ്പിച്ചു. ഇവർ വന്നത് മഹോപദ്രവത്തിലും.
അപ്പൊ ഇതെന്താ സംഭവം? ഇതാണ് ഈ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ കരുതുന്ന കാര്യം. ഈ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ട് കേട്ടോണം, രക്ഷിക്കപ്പെട്ടവർ, വചനം അറിയാവുന്നവർ, രക്ഷിക്കപ്പെട്ടവർ, വചനമറിയാവുന്നവർ, ഒരു വിവാഹക്കാർ സ്നാനപ്പെട്ടവർ, ആത്മാവിൽ ആരാധിച്ചവർ കാണും. പക്ഷെങ്കിൽ ദർശനം പോയവർ, വിഷൻ ലോസ്റ്റ് പീപ്പിൾ, അവർ രക്ഷിക്കപ്പെട്ടവരാ. സ്റ്റാറ്റസ് നോക്കി ബാക്കി കാര്യം ചെയ്യാൻ അവരങ്ങ് സമ്മതിച്ചില്ല. കാര്യമൊക്കെ അറിയാം, വിശ്വാസ സ്നാനം ശരിയാ, പക്ഷെ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് അവരെ സമ്മതിച്ചില്ല. സ്നാനപ്പെട്ടവരാ, അത് എവിടെയോ പോയി ചെയ്തു, പക്ഷേ അവർക്ക് സൊസൈറ്റിയെ ഭയമാണ്. വേർപെട്ട ദൈവമക്കളോട് ചേർന്ന് ആരാധിക്കാനുള്ള താല്പര്യമില്ല. ഇവർക്കെല്ലാം യേശുക്രിസ്തുവിൽ കൂടി രക്ഷ പ്രാപിച്ചവർ അവരുടെ വീട്ടിൽ മുട്ടലിരുന്ന് പ്രാർത്ഥിക്കുന്നവരും സംഗതിയൊക്കെ റെഡിയാണ്. ഒരു ടൈപ്പ് സ്നാനപ്പെട്ടവരാണ്, പക്ഷേ അവർ വേർപെട്ട് ആരാധിക്കത്തില്ല. ഒരു കൂട്ടർ സ്നാനം ശരിയാണെന്നറിയാം, പിന്നെ ടൈഡിങ്സ് പുറകോട്ട് പിടിച്ചു വലിക്കും, അവർ ചെയ്യത്തില്ല. ഇവർക്കൊക്കെ രക്ഷ അറിയാവുന്നവർ. ഇനി ഒരു കൂട്ടർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സമയം നിന്നവരാ, അവരെ ലോകത്തിന്റെ പല കാരണത്താൽ പിന്മാറിപ്പോയവർ. ഇവർക്കെല്ലാം വചനം അറിയാം. ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് പിന്മാറിപ്പോയവർ നമ്പർ 1. നമ്പർ 2, സ്നാനം കറക്റ്റാന്നറിയാം, വീണ്ടും ഞങ്ങൾ കറക്റ്റാന്നറിയാം, ചെയ്യാത്തവർ. 3, ഇതെല്ലാം ചെയ്താലും അവരുടെ അകത്ത് ഏതോ ടൈഡിങ്സ് അവരെ പിടിച്ചോണ്ടിരിക്കും. ആ അച്ചായൻ എന്നാ പറയും, ആ മാമ അച്ചായൻ ഇതുവഴി പോയെന്ന് അറിയത്തില്ല. അത് കഴിയുമ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നവർ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടത്തില്ല. ഏത് മിടുക്കനായാലും ആ കറക്റ്റ് വേർപാടില്ലാത്തവനെ മേലോട്ട് കൊണ്ടുപോകുന്നില്ല. ഏത് പൊസിഷനിൽ ഇരുന്നാലും കർത്താവിന് ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്ന 100 വർഷം ഒരു ഉപദേശി പ്രസംഗിച്ചു, ഒരെണ്ണത്തിനെ പോലും കിട്ടിയില്ല. വീശികാരൻ പറഞ്ഞാൽ വീശിയുടെ ഒരു പൂഞ്ഞാൻ പോലും കയറിയില്ലെന്ന് പറഞ്ഞ പോലെ ലോകം 100 വർഷം പ്രസംഗിച്ചിട്ട് ഒരു കൊച്ചു പോലും രക്ഷിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞില്ല, എന്റെ പരിപാടി ഞാൻ നീട്ടിയത്. കറക്റ്റ് ആര് വന്നാലും മറ്റെങ്കിലും 5:30 കരസ്യം ഭാഷ പ്രാർത്ഥിച്ച് ആരംഭിച്ചതുപോലെ കറക്റ്റ് ടൈമിനെ നോഹയുടെ കാലത്ത് പണി വെച്ചു. ഇതുപോലെ രക്ഷ എന്ന് പറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്തത് മേലോട്ട് പോകത്തില്ല, അവരുടെ കുടുങ്ങും. പക്ഷെങ്കിൽ മഹോപദ്രവത്തിൽ ഓരോ സംഭവം വരുമ്പോൾ വചനം അറിയാം, അവർ വചനം പഠിച്ചവരാ. ഇതിനകത്ത് അക്രമയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിലും രക്ഷിക്കപ്പെട്ടു, ഒരു സഹോദരനെ പോലെ ഞാൻ പറയാം, അല്ലെ നിങ്ങൾ എന്നത് കുടുങ്ങും. വചനം അവർക്കറിയാം. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് ആന്റിക്രിസ്റ്റാ, ഇത് പിശാചാ, ഇവന്റെ കൂടെ കൂടിയാൽ നിത്യദണ്ഡനമാ. They will resist. അവരും ചെറുപ്പം. പക്ഷെങ്കിൽ they have to give highest value for salvation that time. അവർ രക്ഷയ്ക്ക് വളരെ കനത്ത വില കൊടുക്കേണ്ടി വരും. അവരും പറയും, ഞങ്ങളുടെ കയ്യിൽ ചിപ്പടിക്കാനൊക്കത്തില്ല. അന്നേരം പറയും, നിന്റെ ബാങ്കിലെ കാശ് എടുക്കാനൊക്കത്തില്ല. അവരുടെ കയ്യെ ചിപ്പടിക്കാൻ അവർ സമ്മതിക്കത്തില്ല. പക്ഷേ ഈ ലോകത്തിന്റെ ഒരു പ്രൊവിഷനും ആന്റിക്രിസ്റ്റ് കൊടുക്കത്തില്ല. അവരെയും ഇവൻ ചോപ്പ് ചെയ്യും. രക്ഷയ്ക്ക് അവർ കടുത്ത വില കൊടുക്കേണ്ടി വരും. അവരും സ്വർഗത്തിൽ വരും. അവർ രൂപാന്തരപ്പെടുകയല്ല, അവരെയും വീണ്ടെടുക്കുക. അവരാവെന്ന് പറയുന്നത്, എന്റെ പൊന്ന്, ഞങ്ങളെ രക്ഷപ്പെട്ടു. അതാ അവർ പാടുന്നത്. രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ ദാനം. കാര്യമൊക്കെ കൊള്ളാം. അപ്പൊ നമുക്ക് ഇന്ത്യ ഒരു ദുഃഖസത്യം പറയാൻ പോവുക. ഇവരവിടെ വന്നു. ന്യായമായിട്ട് ഇവരാരായിരിക്കേണ്ടവരാന്ന് അറിയാവോ? ഇന്ന് നമ്മളെ പോലെ അനന്യവരാ, ഈ സ്റ്റാറ്റസിൽ നിൽക്കാനുള്ളവരാ. എല്ലാം അവർക്കറിയാം. നമ്മളെ പോലെ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഈ ലോകത്തിന്റെ പാപത്തിൽ നിന്ന് വേർപെട്ട് ആത്മാവിൽ സത്യത്തിൽ ആരാധിച്ച് ഈ ലോകത്തിന്റെ അലങ്കാരമെല്ലാം വിട്ടിട്ട് ദൈവമക്കളുടെ കൂടെ ഇരിക്കേണ്ടിവരാ. ആ കറക്റ്റ് സമയത്ത് വരുമ്പം ഉണ്ടല്ലോ, അവർ ശകലം പുറകോട്ട് പോകും. ഒരു അച്ചായന്റെ കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്, കല്യാണ സമയമാവും, കറിയെല്ലാം എന്ത് കഴിയും, അച്ഛൻ അടുക്കളയിൽ പോകുന്നു ആദ്യം തിന്നു. അതുപോലെ ഇവരെ സ്വർഗം ലോകത്തിന്റെ മുഖത്തിലേക്ക് കയറിപ്പോയി കൈവിടപ്പെട്ടു. ഇവർ സ്വർഗത്തിൽ വരും. ഇനിയും കേട്ടോണം, അതിന് വേഗം വായിച്ചു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവൻ നമ്മുടെ വീട്ടിൽ അവരും ആരാധിക്കും അന്ന്. പക്ഷെ ഒരു കാര്യം കേട്ടോണം, അടുത്തത് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ആ കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കില്ല, ഇനി അവർക്ക് വിശക്കത്തില്ല, ദാഹിക്കുകയില്ല, യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയും ഒന്നും അടിക്കത്തില്ല. അടുത്തത് സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേച്ചു ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയുകയും. ദൈവങ്ങളുടെ സങ്കടമൊക്കെ മാറ്റും. മോനെ മുളക്കോടെന്നൊക്കെ പറയുന്നത് കേൾക്കണോ സംഭവം? ഇവർക്ക് കിട്ടാൻ പോകുന്ന സ്റ്റാറ്റസ്, ഇവർ നമ്മളെ പോലെ മണവാട്ടിയാകേണ്ടിയവരാ. അവർക്ക് കിട്ടാൻ പോകുന്ന സ്റ്റാറ്റസ് ഇടയനും ആടും. ദൈവം താൻ അവരെ, കുഞ്ഞാട് അവരെ മേയ്ക്കും,
ജീവജലത്തിന്റെ നദിയിലേക്ക് നടത്തും. നമ്മളെ അങ്ങനല്ല, ഒപ്പം ഇരുത്തും. സ്തോത്രം. നമ്മളെ ഒപ്പം ഇരുത്തും. എന്റെ കാന്തി, എന്റെ മണവാട്ടി, നീ ഇരിക്കാൻ പറയും. ഇവരും അതുപോലെ ഇരിക്കേണ്ടിയവരാ. പക്ഷേ ഇവിടെ ഒരു അല്പം ടൈഡിങ്സ് നോക്കിയതാ, സംഗതി താഴെ പോകും. ഇവിടെ ആരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളൊരു തീരുമാനമെടുത്തേക്ക് പോകാവൂ. ദിസ് ഈസ് വെരി സീരിയസ്. മഹോദ്രവത്തിൽ 2 വീണ്ടെടുപ്പ്. 1 യഹൂദനെ, 2 എല്ലാ ആളുകളെയുമല്ല. ഇന്ന് വചനം കേട്ടിട്ട് അറിയാവുന്നവരും ഇന്ന് വീണ്ടും ജനിച്ചിട്ട് പിന്മാറി പോയവരും ഇന്ന് കൃപ വിട്ടു പോയവരുമായവർ അന്ന് വചനം അവർക്ക് മനസ്സിലാകും. ഈ വല്ലാത്ത ലൈഫ് വരുമ്പോൾ ഇത് ആന്റിക്രൈസ്റ്റ് ആണെന്ന് ബോധ്യപ്പെട്ട് അവർ റെസിസ്റ്റ് ചെയ്യും. അവരും അങ്ങ് വരും. പക്ഷെ അവർ ഒത്തിരി കഷ്ടം സഹിച്ചേ വരത്തുള്ളൂ. നമുക്കിന്നൊരു കഷ്ടവുമില്ല. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. എന്നാൽ അവർ കഷ്ടം സഹിക്കേണ്ടി വരും. അവരവിടെ വരും. അവരുടെ സ്റ്റാറ്റസ് വേറെ. ഇനിയുണ്ട് ആക്ഷൻ. 21 ആക്ഷൻ. അതെല്ലാം പറഞ്ഞില്ലെങ്കിലും ഇനി 2 ദിവസം കൂടെ ക്ലാസ് ഉള്ള ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തും. കർത്താവൊപ്പം വരും. ഇത് സന്തോഷമുള്ള കാര്യം പറയാൻ എല്ലാവരും തയ്യാറായിട്ടുണ്ട്. കർത്താവൊപ്പം വരും. കർത്താവ് ഇന്ന ആണ്ട് ഇന്ന മാസം 3-ാം തീയതി വരുമെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ നമുക്ക് കള്ളപ്രവാചകൻ. കാരണം കർത്താവ് എപ്പോഴാ വരുന്നത് കർത്താവിന് പോലും അറിയാൻ മേല. പിന്നാണോ പ്രവാചകൻ കുഞ്ഞുകുഞ്ഞൂട്ടി പറയുന്നത്? വായിച്ചേ മർക്കോസ് 13:32. മർക്കോസ് 13:32. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. പിന്നാണോ വേറൊരാൾ പറയുന്നത് വരാൻ പോകുന്ന പുത്രൻ അറിയാൻ മേല. എന്നാൽ അതേ പുത്രൻ നമ്മളോട് പറഞ്ഞിട്ട് പാമ്പിനെ പോലെ പ്രാവിനെ പോലെ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കും. ഒരു ഗുഡ് ന്യൂസ് പറയാൻ പോലെ തയ്യാറായിരുന്നോ? കർത്താവൊപ്പം വരും. എന്റെ ഈ പ്രത്യാശയോടെ ഞാൻ ഈ ലോകം മുഴുവൻ പ്രസംഗിക്കുന്നതിന്റെ മർമ്മത്തിൽ ഒന്നതാ. ഈ മർമ്മം എനിക്ക് വെളിപ്പെട്ട് കിട്ടിയതുള്ളൂ. കർത്താവൊപ്പം വരും. വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 1-ാം വാക്യം. യേശു കഴുതമേൽ കയറി യെരുശലേം നഗരത്തിൽ കയറി ദേവാലയത്തിൽ കയറി. എന്നെ നോക്കണേ. ആ ശുക്രവർഷം വായിക്കട്ടെ. ശിഷ്യന്മാരും കർത്താവും കൂടി ആഘോഷമായി സിയോൻ പുത്രിയെ നിന്റെ രാജാവ് ബാലകന്മാർ ആർത്തു യെരുശലേം നഗരത്തിൽ വന്നു. അവിടെ ദേവാലയത്തിൽ കയറി. ആ ആഴ്ച കർത്താവിനെ ക്രൂശിച്ചു. ഈ ദേവാലയത്തിന്റെ പണികളൊക്കെ അങ്ങോട്ട് കാണിച്ച ശിഷ്യന്മാർ, ഞാൻ പറഞ്ഞില്ലേ 4-ാമത്തെ ആലയം 46 വർഷം കൊണ്ട് യഹൂദന്മാർ പണിതത്. ഒരു കല്ലിന്റെ തൂക്കം എത്ര? ഗുഡ് 10 ടൺ. അതാണ് മർക്കോസിന്റെ 13:11. എത്ര നല്ല കല്ല. വായിച്ചു മർക്കോസിന്റെ 13 വായിച്ചു. ഒന്നുകൂടെ കാണിക്കാം. മർക്കോസ് 13:1. എങ്ങനെയുള്ള പണി? എങ്ങനെയുള്ള കല്ല്, എങ്ങനെയുള്ള പണി. ഇനി അതാ ഇത് കാണിക്കും. ഇനി 24-ാം അധ്യായം തന്നെ നിൽക്കേണ്ട മത്തായി. ഉടനെ കർത്താവ് ഇവരോർത്ത കർത്താവ് വെരി കൂട്ടുന്ന കർത്താവ് എന്നാ പറയുന്നത് അറിയാവോ? ഇടിഞ്ഞു പോകാതെ കല്ലുമേ കല്ല് ശേഷിക്കുന്നു. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു ജൂവിന് അന്നും ഇന്നും എന്നും അവരുടെ കുടുംബത്തെക്കാൾ, ഭാര്യയെക്കാൾ, ഭർത്താവിനെ, മക്കളെ, സുഹൃത്തുക്കളെക്കാൾ ഏറ്റവും വലുത് ദേവാലയം. ഇന്നും എന്നും. അപ്പൊ ഈ മനോഹരമായ ദേവാലയം 46 വർഷം കൊണ്ട് നിർമ്മിച്ചത് കല്ലുമേ കല്ല് ശേഷിക്കാൻ തകർന്നു പോകുന്നു പറഞ്ഞപ്പോ ഇവരോർത്ത ലോകാവസാനം. അതാ 3-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ചു. 3-ാം വാക്യം. ഇത് ദേവാലയത്തിന്റെ മുമ്പേ പറഞ്ഞത്. ഒലിവലെ കർത്താവ് ഇരിക്കുമ്പോൾ ശിഷ്യന്മാര് മാത്രമേ ഉള്ളൂ. അവർ വന്നു. അപ്പൊ ഇവരോർത്ത് ലോകാവസാനമാണ്. കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ ചേർക്കും. ഇവർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടാത്തതിനാൽ അവരോർത്ത് കർത്താവ് വന്ന് അവരെ ചേർത്ത് ലോകം തീരും. ഇതാണ് അവരുടെ കോൺസെപ്റ്റ്. കർത്താവ് തിരിച്ചു വരും, നമ്മളെ ചേർക്കും, ലോകാവസാനം. അതുകൊണ്ട് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? കർത്താവ് ദൈവമാകിയാൽ 3 കാര്യങ്ങളുടെ മറുപടി കൊടുത്ത അധ്യായം. 1, താൻ 2 പ്രാവശ്യം ലോകത്തിലേക്ക് വരും. 1, തന്റെ സഭയെ ചേർക്കാൻ വരും. ആരെ ചേർക്കാനാ? കർത്താവ് വരെ പോകും. തന്റെ ഉള്ളവർ കൈപോക്കി അത് നമ്മളെ ചേർക്കാൻ 1 വരും. 2, ഈ ലോകത്തിൽ എതിർക്രിസ്തുവിന്റെ സൈത്തനിക് പവറിനെ അറസ്റ്റ് ചെയ്ത് തകർത്ത് രാജ്യം സ്ഥാപിക്കാൻ വരും. അന്നേരെ കർത്താവ് മണ്ണെ കാലിയാവുള്ളൂ. എത്ര പ്രാവശ്യം വരും? 1, സഭയെ ചേർക്കാൻ വരും. 2, രാജ്യം സ്ഥാപിക്കാൻ വരും. 3,
കർത്താവ് പറഞ്ഞ കല്ലുമേ കല്ല് ശേഷിക്കത്തില്ല. അതാ യെരൂശലേമിന്റെ നാശം. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ടൈമിംഗ്. 1, എന്റെ പ്രിയപ്പെട്ടതിനെ ചേർക്കാൻ ഞാൻ എപ്പോൾ വരും, അതാണ് നമുക്ക് ബാധകം. 2, ദേവാലയം ഇപ്പോൾ നശിക്കും. 3, 1000 ആണ്ട് വാഴ്ചയ്ക്കെപ്പോൾ വരും. ഇതാണ് സംഭവം. ഇനി 32ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എന്നെ നോക്കിക്കേ ദൈവമക്കളെ, നിങ്ങളിത് പഠിക്കുന്ന ഒരു വിഷയമാണ്, അതുകൊണ്ട് ഇച്ചിരി ശ്രദ്ധിച്ചൊക്കെ കേട്ടോ. വേദപുസ്തകത്തിൽ യഹൂദനെ 3 മരങ്ങളോട് ഉപമിച്ചിട്ടുണ്ട്. ആത്മീയമായി മുന്തിരി, മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ കണ്ടു. ഹോശയ്യ 9:10. അത് ആത്മീയമാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാട്ടുകാരനല്ല, തോട്ടക്കാരനാണ്. ഒരിടത്തൊരാൾ പറഞ്ഞതാ തോട്ടക്കാട്ടുകാരൻ തന്നെയാണ്. ഞാൻ സാക്ഷാൽ എന്റെ പിതാവ് നോക്കിക്കേ, എന്നിൽ കായ്ക്കുന്നൊക്കെയും അധിക ഫലം കഴിക്കാൻ ചെത്തി വെടിപ്പാക്കും, അല്ല തന്നെ വെട്ടിക്കളെ. അപ്പൊ ആത്മീയം. ഇനി രാഷ്ട്രീയം. അത്തിവൃക്ഷത്തിൽ തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ കണ്ടു. ഹോശയ്യ 9:10. സൗന്ദര്യം, പണം, ഒലിവ്. നിന്റെ രൂപഭംഗി ഒലിവ് മരത്തിന്റെ രൂപഭംഗി പോലെ ഇരിക്കും. ഹോശയ്യ 14:6. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റിലും ഒലിവ് തൈ. അപ്പോൾ 3 ക്യാരക്ടർ, 3 മരം. ആത്മീയത്തിൽ മുന്തിരി, രാഷ്ട്രീയത്തിൽ അത്തി, അടുത്തത് സൗന്ദര്യത്തിലും ധനത്തിലും ഒലിവ്. ഇതിൽ കർത്താവ് പറഞ്ഞത് രാഷ്ട്രീയമാണ്. അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിപ്പീനി. ഞാൻ തീരുകയാണെങ്കിൽ തീർന്നില്ല, എന്റെ ചാടി കയറും. ഇല്ലേ, കുറച്ച് കാര്യം പറയും. കർത്താവ് ഇത് പറഞ്ഞത് AD 30 ഏപ്രിൽ 2-നും 5-നും ഇടയ്ക്കുള്ള ദിവസമാണ്. 600 വർഷം മുമ്പ് അവരുടെ രാജ്യം പോയി. അഭക്തി, വിഗ്രഹാരാധന, അന്യദൈവങ്ങളെ സേവിച്ചു. 10 ഗോത്രത്തെ അസൂര്യർ കൊണ്ടുപോയി, ശേഷിച്ച് 2 ഗോത്രത്തെ ബാബിലോണ്യരും കൊണ്ടുപോയി. ഇവരുടെ രാജ്യം ഇവർക്ക് നഷ്ടപ്പെട്ടു. പലരും ഭരിച്ചു. ഗ്രീക്കുകാർ ഭരിച്ചു, അസൂര്യർ ഭരിച്ചു. നമ്മുടെ കർത്താവിന്റെ കാലത്ത് റോമൻസ് ഭരിക്കുക. റോമൻ ഗവൺമെന്റിന്റെ അധീനതയിലാണ് പലസ്തീൻ. അന്ന് ഇവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ആകെയുള്ളത് ദേവാലയം മാത്രം. ഒരു പട്ടണവും ഇല്ല, ഒരു പൗറും ഇല്ല. കർത്താവിന്റെ ശവം സംസ്കരിച്ച ജോസഫ് എന്ന് പറയുന്ന മലയാളത്തിൽ എഴുതിയിരുന്ന ശ്രേഷ്ഠ മന്ത്രി, മിനിസ്റ്റർ ഒന്നുമല്ല, ഒരു സ്പിരിച്വൽ ലീഡർ എന്നേ ഉള്ളൂ. യഹൂദന്മാരുടെ കൗൺസിൽ മെമ്പർ. ഇവർക്കൊന്നുമില്ല. ആ ആഴ്ച വേറൊരു സംഭവം നടന്നു, അത് നമ്മളവിടെ ചിന്തിച്ചു. പീലാത്തോസ് പറഞ്ഞു, നീതിമാന്റെ രക്തത്തിൽ താഴ്ന്നവർ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും. അതാണ് ദൈവമക്കളെ, ഏതെങ്കിലും ദൈവദാസന്റെ നേരെ നിങ്ങൾ വിരളി ചൂണ്ടരുത്. ചൂണ്ടിയാൽ ദൈവദാസൻ തെറ്റ് ചെയ്താൽ സ്വർഗമായിരിക്കേണ്ടത്. നിങ്ങളോ ഞാനോ വിരളി ചൂണ്ടിയാൽ ശാപമായിട്ട് വരും. ദൈവമക്കളുടെ നേരെ വിരളി ചൂണ്ടുന്നവരുണ്ട്, അവർ തൽക്കാലം അറിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ദൈവ പൈതലിന്റെ നേരെ വിരളി ചൂണ്ടിയാൽ അവനത് തലമുറകൾക്ക് ശാപം. കാരണം നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നേരെ ചൂണ്ടുന്നത്. അന്യഭാഷ പരിഹസിച്ച ഒരാളെ എനിക്കറിയാം. കണ്ടമാനം പരിഹസിച്ചു. ശാപം. ഇന്ന് അയാളുടെ മക്കള് ഒരെണ്ണം സംസാരിക്കത്തില്ല. സ്തോത്രം. ഇതൊക്കെ വലിയ ചെറിയ കാര്യങ്ങൾ. വരട്ടെ. അവർ ചെതറി, ലോകം മുഴുവൻ ചെതറി. അവർക്കൊരു പേര് കിട്ടി, ദ വാണ്ടറിംഗ് ജൂ. കുപ്പിപ്പാത്രം പൊട്ടുന്ന പോലെ ചെതറി. പക്ഷേ ഇത് കുറ്റിയ വിശുദ്ധജനം. 18 നൂറ്റാണ്ട് വരെ ചെതറി. നമ്മുടെ കേരളത്തിലെ കൊച്ചിയിൽ വന്ന് താമസിച്ചു. ഗുരുവായൂരിനടുത്തൊരു സ്ഥലമുണ്ട്, മാള. മലയാളം വാക്കല്ല, എബ്രായ വാക്കാ മാള. മാള എന്ന് പറഞ്ഞാൽ മാളമല്ല, മാളം പൊത്ത്. മാള എന്ന് പറഞ്ഞാൽ അഭയസ്ഥാനം. ഇവരവിടെ വന്ന് താമസിച്ചു. ലോകം മുഴുവൻ ചെതറി. ചരിത്രം വായിച്ചാൽ ഈ ജനം പണ്ടേ പോകേണ്ടതാ. ഒരു കുറ്റിയായോണ്ട വിശുദ്ധ ജനം കുറ്റി. ഇത്രയും പീഡിപ്പിക്കപ്പെട്ട ഒരു ജനം. യൂറോപ്പിൽ അന്ന് സംസ്കാരമുള്ളത് പോലും. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഗർഭിണിയാകുന്നില്ല, പ്രസവിച്ച് കല്യാണം കഴിച്ചിട്ടും അവൾ ഗർഭിണിയാകുന്നില്ലെങ്കിൽ ഡോക്ടറെ അല്ല കാണുന്നത്, അവരെ അന്വേഷിക്കും. ഇവിടെ അടുത്ത് യഹൂദൻ എവിടെയുണ്ട്, അവനെ കൊന്നാൽ മതി, ഇവള് ഗർഭിണിയാവും, ശാപം പിടിച്ചവൻ. പ്ലേഗ് വരും, അന്നത്തെ വലിയ രോഗമാണ് പ്ലേഗ്, കോളറ. യൂറോപ്പിൽ വന്നാൽ അവരന്വേഷിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മളവിടെ നമ്മുടെ നാട്ടിൽ ഈ ഡെങ്കിപ്പനിയൊക്കെ വന്ന കൊതുകിനെ തിരക്കുന്ന പോലെ ഇവരെ തിരക്കുന്നുണ്ടെന്നറിയാവോ? ഇവിടെ ഒരു യഹൂദനുണ്ടോ, അവനെ ഓടിച്ചു വിട്ടാൽ മതി, പനി മാറും. ശാപം. അഡോൾഫ് ഹിറ്റ്ലർ കൊന്ന പേരെയാ? 5 ലക്ഷം പേര്. ഐക്യവാൻ കൊന്നത് 8 ലക്ഷം പേര്. അഡോൾഫ് ഹിറ്റ്ലർ ചെയ്ത പരിപാടി, യഹൂദന്മാരായ ചെറുപ്പക്കാരെ കൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ട് കൊന്നിട്ട് അവന്റെ കൊഴുപ്പെടുത്ത് സോപ്പുണ്ടാക്കി തുണിയിറക്കി. ഇന്നും 4 കെട്ട സോപ്പ് പലസ്തീൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാണാൻ. യഹൂദ ചെറുപ്പക്കാരെ കൊന്നിട്ട്
അവരുടെ ശരീരത്തിന്റെ കൊഴുപ്പെടുത്ത് അതുകൊണ്ട് സോപ്പുണ്ടാക്കി ജർമ്മനിയിൽ വിറ്റു. എന്താ? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും മരട്ടെ. ശാപം. എന്നാൽ എന്റെ ദൈവം ഇതിനെ വിശുദ്ധ കുറ്റിയാ. ഞാൻ പറഞ്ഞല്ലോ, മാനവജാതി രക്ഷയ്ക്ക് വേണ്ടി തമ്പുരാൻ ഇറങ്ങിയത്. കളയാൻ പ്ലാനില്ല. സൈലന്റ് ഇൻഡിങ്ങേഴ്സ് നമ്മൾ മാറി. എന്റെ പ്രിയൻ വരാറായി. ദൈവമക്കളെ എടുക്കാറായി. കൃപായോടെ തീരാൻ പോകുന്നു. സൂര്യൻ രാവിലെ ഉദിക്കുമ്പോൾ ചെറിയ ചൂട് പോലെ 1867 യൂറോപ്പിലുള്ള മുഴുവൻ രാജ്യങ്ങളിലെയും മിലിറ്ററി ഫ്രാൻസിൽ കൂടിയ ഒരു ഡെമോൺസ്ട്രേഷൻ, യുണൈറ്റഡ് ഡെമോൺസ്ട്രേഷൻ മിലിറ്ററി. യൂറോപ്പിലെ രാജ്യങ്ങളിലെ പട്ടാളമെല്ലാം ഫ്രാൻസിൽ കൂടി സൈനിക പ്രകടനം. അത് റിപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ജേർണലിസ്റ്റ്. അതിലൊരാൾ രാവിലെ മോർണിംഗ് വോക്കിന് ഇറങ്ങി നടക്കാൻ. അയാൾ കണ്ട കാഴ്ച അതിരാവിലെ പച്ചയ്ക്ക് ഒരു പട്ടാള ക്യാപ്റ്റൻ വിത്ത് യൂണിഫോം. അയാളെ ഫ്രാൻസിലുള്ള നാട്ടുകാർ തല്ലിക്കൊല്ലും. ഇയാൾ എന്ന് ചോദിച്ചു, നിങ്ങളെല്ലാം മനുഷ്യരാ, നിങ്ങൾ ആതിഥേയ രാജ്യം, ഇതാരാ ഒരു മിലിറ്ററി ക്യാപ്റ്റൻ, നിങ്ങൾ എന്തുവാ ചെയ്യുന്നത്? റിയാക്ഷൻ എന്നതാകും. അവര് പറഞ്ഞ മറുപടി ആയിരുന്നു, സാറേ ഇവനെ യഹൂദനാ, ഇവനെ കൊന്ന മോശം. ഈ കേട്ട ജേർണലിസ്റ്റിന്റെ രക്തം തിളച്ചു. അത്തി തിളക്കാൻ പോവുക. അദ്ദേഹത്തിന്റെ പേരാണ് തിയോഡർ ഹെർസൺ. അത് യഹൂദനാ ആള്. അവന്റെ ചോര തിളച്ചു. അവൻ തിരിച്ച് റൂമിൽ പോയി. അവൻ പറഞ്ഞു, എന്റെ ജേർണലിസ്റ്റ് പണി ഞാൻ നിർത്തിയിരിക്കുന്നു. എന്റെ ജനത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ദൈവത്തിന്റെ ആത്മാ പ്രവർത്തിക്കുന്നത് കേട്ടോണം. അദ്ദേഹം ഒരു ചെറിയ പുസ്തകം എഴുതി, 14-15 പേജ്. ജൂയിഷ് സ്റ്റേറ്റ്. ഇറാഖിൽ നിന്നും അബ്രഹാമിനെ വിളിച്ചത് മുതൽ പിതാക്കന്മാരെ ഈജിപ്തിൽ കൊണ്ടുപോയത് 400 വർഷത്തെ ബോണ്ടേജും തിരിച്ചു കൊണ്ടുവന്നതും ചരട് കൊണ്ട് അളന്നുപോലെ സ്ഥലം കൊടുത്തതും രാജ്യം കിട്ടിയതും ഒടുവിൽ നമ്മുടെ പിതാക്കന്മാരുടെ അഭക്തി വിധി നഷ്ടപ്പെട്ടതാണ്. ഈ രാജ്യം പലസ്തീൻ നമ്മുടേതാണ്. അവിടെ നിന്ന് ഒരു സെന്റില്ല, എല്ലാം വേറെ ടർക്കിയുടെയില്ല. ഇന്നും ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ശാസ്ത്രലോകത്തിന് ഒരു അതിശയം. 1867 എഴുതിയ ഈ പുസ്തകം 2 വർഷം കൊണ്ട് ലോകത്തിൽ എവിടെല്ലാം യഹൂദന്മാരുണ്ടോ അവരുടെ എല്ലാം കൈച്ചെന്ന് ഈവൻ കൊച്ചിയിൽ വരെ വന്നു. ഫ്ലൈറ്റ് ഇല്ല. 1903 അരിസോണക്കാർ ചെറിയൊരു ഫ്ലൈറ്റ് ഇട്ടത്. അതിനൊന്നും പ്ലെയിൻ ഇല്ല. ആവിക്കപ്പൽ പോലും വിരളം. ഹെലികോപ്റ്റർ പോലും ഇല്ല. ഇതെങ്ങനെ വന്നെന്നറിയാൻ മേല. ലോകത്തിൽ എവിടെല്ലാം യഹൂദനുണ്ടോ അവരുടെ എല്ലാ കയ്യിൽ ഈ പുസ്തകത്തിന്റെ ഒരു കോപ്പി കിട്ടി. ഇന്ന് മുതൽ മർമ്മമാ. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട്. അതിലൊന്നായി പുസ്തകം എങ്ങനെ എല്ലായിടത്തും വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏലിയാവിന് കാക്കയെ കൊണ്ട് അപ്പം കൊടുത്ത ദൈവം ഈ പുസ്തകം ലോകം മുഴുവൻ കൊടുത്തു. യഹൂദന്മാർക്ക് ഒരു ഉണർവേ. കാരണം ഞാൻ നിങ്ങൾ എടുക്കപ്പെടാറായി. അവരെല്ലാവരും കൂടെ 969 സ്വിറ്റ്സർലൻഡിൽ കൂടി. അന്നാണ് ജൂഡായിസം അവർ ഫോം ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ കൊടി കരപ്പാക്കി. എന്നിട്ട് അവർ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ സ്ഥലമായ പലസ്തീൻ, അത് 10,000 വർഷമായി നമ്മുടെ പിതാക്കന്മാരുടെ പോയി. അപ്പോൾ അത് ടർക്കിയുടെ. നമുക്കൊരു കാര്യം, ഒരു ഡെപ്യൂട്ടേഷൻ പോകാം. രാജ്യം വേണ്ട, പട്ടണം വേണ്ട. എന്നാൽ ആ പട്ടണത്തിൽ ഒരല്പ സ്ഥലം ഒരു ഡെപ്യൂട്ടേഷൻ അയച്ചു ടർക്കിക്ക്. ടർക്കിയിലെ സുൽത്താന് യഹൂദന്മാരാണെന്ന് കാണാൻ പഠിച്ചു. കാരണം വിലയില്ലാത്തവർ. എങ്കിലും ഒടുവിൽ അവസരം കിട്ടി. നിങ്ങളുടെ ഡിമാൻഡ് തന്നെ. അവർ എന്റെ തിരുമേനി, ഞങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല. ഞങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ പറയാമോ? ഞങ്ങളുടെ പിതാക്കന്മാർക്ക് യഹോവയായ ദൈവം കൊടുത്ത സ്ഥലമാണ് പലസ്തീൻ. അത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ കയ്യിരിപ്പോണ്ട് പോയതാണ്. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആ ഡിമാൻഡിൽ വെക്കുന്നില്ല. ഞങ്ങളുടെ പിതാക്കന്മാരുടെ പട്ടണമാണ് യെരൂശലേം. അതും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ താണം എന്ന് പറയുന്നു. ഞങ്ങൾക്ക് ഇരുന്ന് കരയാനും ഞങ്ങളുടെ തിരുവെഴുത്തുകൾ വായിക്കാനും ഒരു സിനഗോഗ് പണിയാൻ ഒരല്പ സ്ഥലം. മലയാളിയുടെ പക്ഷേ 10 സെന്റ് സ്ഥലം. ടർക്കി സുൽത്താൻ പറഞ്ഞു, തരാം, ഒറ്റ കണ്ടീഷൻ. ഇവർക്ക് സന്തോഷം. വല്ല പണം ചോദിക്കുക. യഹൂദന്മാരാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ധനവാന്മാർ. സമ്മതിച്ചെന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞ കണ്ടീഷൻ കേൾക്കണോ? നീല നദിയിലെ വെള്ളം ഒഴുകി യെരൂശലേമിൽ കയറുന്ന കാലത്ത് തരാം എന്ന് പറഞ്ഞാൽ, ആലപ്പുഴ കടലിലെ വെള്ളം ഒഴുകി കോഴഞ്ചേരി കൊരങ്ങുമല കയറുന്ന കാലത്ത് ഞാൻ സ്നാനപ്പെടാൻ നിർത്തം പറഞ്ഞാൽ നടക്കൂ. കൊച്ചിയിലെ വെള്ളം ഒഴുകി മൂവാറ്റുപുഴ അങ്ങ് മലയുടെ മേളിൽ കയറുന്ന രക്ഷിക്കപ്പെടാൻ നിർത്തം പറഞ്ഞാൽ കളിയാക്കിയത്. അതായത് നീലനദി ആഫ്രിക്കയിൽ നിന്ന് ഉത്ഭവിച്ച് ഇങ്ങനെ ഈജിപ്തിൽ കൂടെ പോയി മെഡിറ്ററേനിയൻ കടലിൽ വീഴുന്നതാ. അവിടുന്ന് 2500-3000 അടി പൊക്കത്തിലാണ് യെരൂശലേം. ഈ വെള്ളം അവിടെ കയറുന്ന കാലത്ത് തരാനാണോ? അല്ല, കളിയാക്കിയതാ. പക്ഷേ തമ്പുരാൻ സ്വർഗത്തിൽ അത് എഴുതി വെച്ചു. നിങ്ങളെ എന്നെ ആരെങ്കിലും പരിഹസിക്കുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, അവിടെ എഴുതി. കാലം മുന്നോട്ട് പോയി. 1 ലോകമായി വേഗം ആരംഭിച്ചു.
ബ്രിട്ടൻ മുമ്പിൽ, നമ്മളൊക്കെ ബ്രിട്ടന്റെ കീഴിൽ അടിമകളാ എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ കോളനി ഇന്ത്യ. ഫസ്റ്റ് വേൾഡ് വാർ ബ്രിട്ടനാ മുമ്പിൽ, അമേരിക്ക പുറകിൽ, നേരെ ഓപ്പോസിറ്റ് ജർമ്മനി. ബ്രിട്ടൻ ഒരു കുറുക്ക് വഴി, വേഗം യുദ്ധം തീർക്കണം. അതിന് ചെയ്ത് എക്സ്പ്ലോസീവ് മുഴുവൻ ടർക്കി കൊണ്ടുവച്ചു. ടർക്കി എന്ന് പറയുന്ന ബ്രിട്ടന്റെ ഏറ്റവും അടുത്ത കൊലീജ്, അവിടെ കൊണ്ടുവച്ചു. യൂറോപ്പിലാണ് യുദ്ധം. മിലിറ്ററിയെ വിട്ടാൽ അവിടെ നിന്ന് എക്സ്പ്ലോസീവ് എടുക്കാം, എടുത്ത് വെടി കൊടുക്കാം, ജർമ്മനിയെ തോപ്പിക്കാം. യുദ്ധതന്ത്രം. ഫസ്റ്റ് വേൾഡ് വാർ അങ്ങോട്ട് തുടങ്ങി 1914 തീർന്നത് അങ്ങോട്ട് തുടങ്ങി. ബ്രിട്ടൻ കപ്പലേ വഴി മുഴുവൻ മിലിറ്ററി ഇറക്കി യൂറോപ്പിൽ. എക്സ്പ്ലോസീവ് മുഴുവൻ ടർക്കി കൊണ്ടുവച്ചു, അവിടെ കൊടുക്കാൻ തുടങ്ങി. ജർമ്മനിക്ക് ഇത് മനസ്സിലായി. ജർമ്മനി ഒരു പണി ഒപ്പിച്ചു. ടർക്കിയെ ക്യാൻവസ് ചെയ്തു. ടർക്കി മറുകണ്ഠം ചാടി. ടർക്കി ആരുടെ കൂടെ കൂടിയെന്നറിയാവോ? ജർമ്മനിയുടെ കൂടെ കൂടി. സംഗതി കുഴഞ്ഞു. ബ്രിട്ടന്റെ എക്സ്പ്ലോസീവ് മുഴുവൻ ടർക്കിയുടെ കയ്യിൽ. ടർക്കി ജർമ്മനിയുടെ പക്ഷം. ബ്രിട്ടനിൽ ഇരിപ്പുണ്ട് കുറച്ച്, അത് കൊടുത്തയക്കാൻ ഒക്കത്തില്ല. ടർക്കി ജർമ്മനി എന്നാറിയാവോ? ഇംഗ്ലീഷ് ചാനൽ ബ്ലോക്ക് ചെയ്തു, കപ്പലിട്ട് വല്ലം കൊടുത്തയച്ചാൽ മുക്കാൻ. പിന്നെ തെക്കേ അമേരിക്കയിൽ വരണം, അതും ബ്ലോക്ക് ചെയ്തു. ബ്രിട്ടൻ തോക്കാൻ പോവുക യുദ്ധം. അവിടുന്ന് മിലിറ്ററി വിളിച്ചു പറഞ്ഞു, എക്സ്പ്ലോസീവ് അങ്ങനെ വെടിവെക്കുന്നത് കൊടുക്കാനില്ല. ആകെ ചക്രവർത്തി ജോർജ് ചക്രവർത്തി കുഴഞ്ഞു. അതി തളർക്കാൻ പോവുക ദൈവമക്കളെ. ഉടനെ ബ്രിട്ടീഷ് മിലിറ്ററി ലാബറട്ടറി ഡയറക്ടർ വൈസ് ചെയർമാനെ വിളിച്ചു, ശാസ്ത്രജ്ഞന. ചക്രവർത്തി പറഞ്ഞു, നമ്മുടെ രാജ്യമെല്ലാം പോയി, ജർമ്മനി കൊണ്ടുപോകും. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, മുഴുവൻ എക്സ്പ്ലോസീവ് അവിടെ ആയി, ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കി, എന്തെങ്കിലും മാർഗമുണ്ടോ? അദ്ദേഹം പരീക്ഷണം നടത്തി, ഒരു സാധനം കണ്ടുപിടിച്ചു. ഇതിന് പകരം ഏറ്റവും നല്ല TNT നൈട്രജനിൽ നിന്നും ഉണ്ടാക്കാം. കണ്ടുപിടിച്ചു. സയൻറ്റിസ്റ്റ് അല്ലേ, നല്ല സാധനം പകരം കണ്ടുപിടിച്ചു. പക്ഷെ എന്നാ മാർഗം? കൊണ്ടുപോകാൻ മേല. എന്തുകൊണ്ട് കൊണ്ടുപോകാൻ മേല? പറയാം, നിങ്ങളിവിടെ ഉണ്ടോ? മറ്റേ പുള്ളി ഓടിച്ചിട്ട് ഇതുകൊണ്ട് കൊണ്ടുപോകാൻ മേല. കൊച്ചു കൊല്ലം പറഞ്ഞു കേട്ടില്ലേ? ഗുഡ്. ജർമ്മനിയുടെ കപ്പൽ ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ്. ഇംഗ്ലീഷ് ചാനൽ കൊണ്ടുപോകാനൊക്കത്തില്ല. സംഗതി കണ്ടുപിടിച്ചു, അവിടെ എത്തിക്കട്ടെ യൂറോപ്പിൽ. ജർമ്മനിയുടെ കപ്പൽ എന്ത് ചെയ്തിരിക്കുക? ബ്ലോക്ക്. ഇതാരാന്നറിയാമോ? ആള് ഇവൻ യഹൂദൻ, വൈസ് ചെയർമാൻ. ഇവനെല്ലാം കണ്ടുപിടിച്ചു. രാത്രിയിൽ ഇവൻ ചെന്ന് എന്നാ ചെയ്യുന്നറിയാവോ? ഇവന് സിനിമാവാസിയല്ല വായിച്ച തിരുവെടുത്തെടുത്തു. മനപ്രയാസവും ഭാരവും വരും. ആ സൂത്രം വായിച്ചാലൊന്നും പണി നടക്കത്തില്ല. തിരുവചനം എടുത്താൽ ഉത്തരം കിട്ടും. ഞാനും നോവലിസ്റ്റ് 5 പുസ്തകം എഴുതിയിട്ടുണ്ട്. അതൊന്നും അന്നേരം വായിച്ചാൽ കൊള്ളുകയില്ല. അന്നേരം തിരുവചനം എടുത്തോണം. മനസ്സിന് ഭാരം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ ഉണ്ടല്ലോ, കുഞ്ഞിക്കുട്ടിയുടെ ചരിത്രമല്ല എടുക്കേണ്ടത്, കർത്താവിന്റെ ചരിത്രം എടുത്താൽ ഉത്തരം കിട്ടും. ഇദ്ദേഹത്തിന് അവർക്ക് പുതിയ നിയമമില്ല, പഴയ നിയമമില്ല. യഹൂദന്മാർ ഒരു പഴയ നിയമം കൊണ്ട് നോക്കിക്കേ. കർത്താവ് കറക്റ്റ് വാക്യം കൊടുത്ത് കയ്യിലോട്ട് വായിക്കാം. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 22-ാം വാക്യം കിട്ടുന്ന ഒരു സയന്റിസ്റ്റിന്റെ കയ്യിലോട്ടാണ് കിട്ടുന്നത്, സാധാരണക്കാരന്റെ കയ്യിലോട്ടല്ല കിട്ടുന്നത്. യോബ് 38-22 വേഗം വായിക്കണേ. 20 മിനിറ്റ് ഉള്ളിലേക്ക് തീർക്കാൻ സമയം കിട്ടിയില്ലേ? ബാക്കി നാളെ. നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്ക് പോരും പടയുമുള്ള നാളിലേക്കും ദൈവമക്കളെ, ദൈവത്തെ സ്തുതിച്ച്. എന്നാ വാക്യമാണെന്നറിയാമോ? ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം നീ ചെയ്തിട്ടുണ്ടോ? കൽമയുടെ ഗ്രഹം നീ കണ്ടിട്ടുണ്ടോ? അവയെ ഞാൻ പോരും പടയുള്ള കാലത്തേക്കുള്ള ഒരുക്കിയിരിക്കുന്നു. ഇതൊരു സയന്റിസ്റ്റ്. പുള്ളിക്ക് സംഗതി പിടി കിട്ടി. ലാബറട്ടറി അങ്ങോട്ട് തുറന്ന് അർദ്ധരാത്രി ഐസ് കട്ട എടുത്തു. താൻ ഉണ്ടാക്കിയ എക്സ്പ്ലോസീവ് അതിലോട്ട് വെച്ചു. സേഫ്, കറക്റ്റ്, പോരും പടയുള്ള കാലമാ ഒരുക്കി. അദ്ദേഹം ചക്രവർത്തിയോട് വെച്ച്, തിരുമേനി പേടിക്കണ്ട, 3 ദിവസം ആ സാധനം അവിടെ എത്തിച്ചോളാം. ഞാൻ എത്തിച്ചോളാം. രഹസ്യമായിരിക്കണം. ചെയ്ത പരിപാടി വളരെ രഹസ്യമായി. ബ്രിട്ടനിലെ ഐസ് ഫാക്ടറി മുഴുവൻ 24 hours വർക്ക് ചെയ്തു. ഇഷ്ടം പോലെ ഐസ് കട്ട ഉണ്ടാക്കി. ഇദ്ദേഹം ഉണ്ടാക്കിയ എക്സ്പ്ലോസീവ് അതിലോട്ട് വെച്ചു. പരീക്ഷണം നടത്തിയ ഐസ് കർത്താവ് കാണിച്ചു കൊടുത്ത, നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെയ്തിട്ടുണ്ടോ? കൽമഴയുടെ ഗ്രഹം നീ കണ്ടിട്ടുണ്ടോ? ഐസ് കട്ടക്കകത്ത് എക്സ്പ്ലോസീവ് വെച്ചു. കൂളായിട്ട് രാത്രി കൊണ്ടുവന്ന് ഇംഗ്ലീഷ് ചാനലിൽ കൂടെ അങ്ങ് ഒഴുക്കി അങ്ങ് വിട്ടു കടലിലോട്ട്. ഇതിങ്ങനെ തെന്നി ഇംഗ്ലീഷ് ചാനൽ വഴി പൊക്കോണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ജർമ്മനിയുടെ പട്ടാളം രാത്രിയും പകലും ഷിഫ്റ്റ് വെച്ച് ബൈനോക്കുലർ വെച്ച് മേലോട്ട് നോക്കുക. ഇവൻ വല്ലോ കടത്തുന്നുണ്ടോ? അവന്റെ കപ്പലെ മുട്ടി ഇവന്റെ സാധനം പോയി. അതാ ദൈവമക്കളുടെ ഭാഷ പറഞ്ഞാൽ, ശത്രുവിന്റെ പാളയത്തിൽ ശ്രേഷ്ഠ ഭോജ്യം തരുന്ന കർത്താവ് നമ്മുടെ കർത്താവ്. ഒന്ന് ശ്രദ്ധിച്ചേ ദൈവമക്കളെ, നമ്മളെ വേണകല്ലേ? ശത്രുവിന്റെ പാളയത്തിലും ശ്രേഷ്ഠ ഭോജ്യം ഇടുന്നവൻ. ജർമ്മൻ പട്ടാളം ഇങ്ങനെ ബൈനോക്കുലർ വെച്ച് മേലോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ കപ്പലെ മുട്ടി മഞ്ഞുകെട്ട പോയി. മഞ്ഞുകെട്ട ആരും നോക്കാനാ? അപ്പുറത്ത് ഇൻഫർമേഷൻ കൊടുത്തു, വരുന്ന മഞ്ഞുകെട്ട കൂടെ പിടിച്ചോളാൻ.
ഉണ്ടോ ടെക്നിക്ക്? മുഴുവൻ മഞ്ഞുകെട്ടെ പിടിച്ച് അതിനകത്ത് എക്സ്പ്ലോസീവ് അടിച്ച് തകർത്ത് യുദ്ധം ജയിച്ചു. ഫസ്റ്റ് വേൾഡ് വാർ ബ്രിട്ടൻ ജയിച്ചു. ചക്രവർത്തി മറന്നില്ല, വൈസ് ജയിസ്വാനെ വിളിച്ചു. നിനക്കെന്തോ വേണം, നിനക്കെന്ത് വേണേലും തരാം. പണ്ട രാജാവ് രാജ്യത്തിന്റെ പകുതിയോളം വേണേലും തരാം അല്ലേ? നമ്മുടെ മലയാളിയാണ് പറഞ്ഞതിന് മുണ്ടക്കയതോ കാഞ്ഞിരപ്പള്ളി ഒരു 1000 ഏക്കർ റബ്ബർ തോട്ടം തരും. ഇദ്ദേഹം പറഞ്ഞ കേൾക്കണോ? ഇദ്ദേഹം പറഞ്ഞു, പലിശ ഇട്ട് പറഞ്ഞു, ചക്രവർത്തി തിരുമേനി എനിക്കൊന്നും വേണ്ട, പക്ഷേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പട്ടണം മേടിച്ച് ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ പട്ടണമാകുന്ന ജെറുസലേം ഞങ്ങൾക്ക് മേടിച്ചു തരണം. 969 ഡെപ്യൂട്ടേഷൻ ചെന്നപ്പോ 10 സെന്റ് സ്ഥലം ചോദിച്ച സ്ഥലത്തെ നീലനദിയിലെ വെള്ളം ഒഴുകി മേടി വരുന്ന കാലത്തെ തരാമെന്ന് പറഞ്ഞ് പരിഹസിച്ചു വിട്ടെങ്കിൽ പലിശയിട്ട് ഇദ്ദേഹം പറഞ്ഞു അത്യുറക്കാൻ പോവുക, ഞങ്ങളുടെ പിതാക്കന്മാരുടെ പട്ടണം ഞങ്ങൾക്ക് മേടിച്ചു തരണം. ബ്രിട്ടനാണ് തിളച്ച് ചൊരുങ്ങിയിരിക്കുക. കാരണം മറികണ്ണം ചാടിയവനാണ്. ഇവന്റെ എക്സ്പ്ലോസീവ് എല്ലാം വെച്ചുകൊണ്ട് അപ്പുറത്തെ ചാടികളിലെ ഉടനെയാണ് ബ്രിട്ടീഷ് പട്ടാളം, ലോകത്തിന്റെ മുഴുവൻ പട്ടാളവും, ഐക്യകേശന്റെ പട്ടാളവും യൂറോപ്പില. അതിന്റെ ജനറൽ കമാൻഡർ ഇൻ ചീഫിന്റെ പേരാ ജനറൽ അലംബി. ബ്രിട്ടൻ ഇൻഫർമേഷൻ കൊടുത്തു, ഇങ്ങോട്ട് വരേണ്ട, മാർക്ക് ടു ജെറുസലേം. പേടിച്ച കുതിര കൊടുക്കാൻ പറഞ്ഞു. ജനറൽ അലംബിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് പട്ടാളം അങ്ങോട്ട് ചെല്ലുന്നെന്ന് കേട്ടപ്പോൾ സുൽത്താൻ ഇറങ്ങാൻ തുടങ്ങി. അവരങ്ങനെ പോകുമ്പോ കർത്താവിന്റെ സ്വർഗത്തിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, ഇവരെ പണ്ടെന്ന് കളിയ എന്തുവാ, നീലനദിയിലെ നൈൽ നദിയിലെ വെള്ളം ഒഴുകി വീടിനായിരുന്നു തരാം, എന്നാൽ അതുകൂടെ ഒന്ന് ചെയ്തേക്കാം. ബ്രിട്ടീഷ് പട്ടാളം മുന്നോട്ട് പോവുക, അവരുടെ മൂവ്മെന്റ് വളരെ സ്ലോ. എന്നാന്നറിയാവോ? എല്ലാത്തിനും ഡയറിയ, ചെറുത് മുതൽ വലുതിന് വരെ ഡയറിയ. 100 അടി നടക്കും, ടോയ്ലറ്റിൽ പോകും, 100 അടി നടക്കും, ടോയ്ലറ്റിൽ. നമ്മുടെ ആളാണ് പറഞ്ഞാലല്ലേ മത്തി കിട്ടിയതായാണ്ട് അല്ല. ഒരു ബ്ലഡ് പരിശോധിച്ചു, ഇംഗ്ലണ്ടിൽ നിന്ന് ലാബ് വന്ന് ബ്ലഡ് പരിശോധിച്ചു. അവർ കൊടുത്ത റിപ്പോർട്ട്, ഇവർ ഈ ഫസ്റ്റ് വേൾഡ് കാലത്ത്, ഫസ്റ്റ് വേൾഡ് വാർ ടൈമിൽ പല വെള്ളം കുടിച്ചു, ഇപ്പോഴും ഡിഫറെന്റ് വെള്ളം കുടിക്കുന്നു. അതിനകത്ത് ബാക്ടീരിയ ഇവരെ തകർക്കുന്നു. അതുകൊണ്ട് വി ആർ റെക്കമെൻഡിങ് they all should use only one water, chlorinated water. Best is the water of river Nile. നീല നദിയിലെ വെള്ളം ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു, ക്ലോറിനേറ്റ് ചെയ്ത് കൊടുക്കണം. ബ്രിട്ടനിൽ നിന്നും വലിയ ജനറേറ്റർ കൊണ്ടുവന്ന്, അതിശക്തമായ വലിയ ഹോസ് കൊണ്ടുവന്ന് പട്ടാളത്തിന് കുടിക്കാനുള്ള വെള്ളം പട്ടാളത്തിന് മുമ്പിൽ കൂടെ കൊണ്ടുപോയി വാക്യം നിറവേറ്റാൻ. ബ്രിട്ടീഷ് പട്ടാളം ഒന്നാമത്തെ പട്ടാളക്കാരൻ യെരുശലേമിൽ ചവിട്ടുന്നതിന് മുൻപേ നീലനദിയിലെ വെള്ളം അവിടെ വീണു. ഒരു വെടി പോലും പൊട്ടിക്കാൻ ഇടവന്നില്ല, അവർക്ക് കിട്ടി. കരങ്ങളെ ദൈവത്തെ സ്തുതിച്ചേ. 2 നോക്കി കത്തി തളർക്കുക. 2ാം ലോക മഹായുദ്ധം 1945 തീർന്നു. ഒരു കൂട്ടം ജനങ്ങൾ സ്ഥലമില്ലാതെ അലയുന്നു. ഇസ്രായേൽ 948 മെയ് 14 ഇസ്രായേൽ എന്ന രാജ്യമുണ്ടായി. കർത്താവ് എപ്പോൾ വരും? വായിക്കാം, വേഗം വായിക്കണം. മത്തായി 24:32 അധ്യായം നോക്കി നമ്മൾ രൂപം കൊടുക്കുകയും ഇതൊക്കെ സംഭവിക്കുള്ളൂ, ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. അടുത്ത വാക്യം, യെസ്, കർത്താവ് പറയുക, അധ്യായം നോക്കി നിങ്ങൾ രൂപം കൊടുക്കുകയും. പൊളിറ്റിക്സാ, അത് കൊമ്പിളതായി ഇല തളർക്കും. 948 കൊമ്പിളതായി. 1800 പരം വർഷത്തിന് ശേഷം അതൊരു രാജ്യമായി. അത്തി തളർത്തു, കൊമ്പിളതായി, ഏറ്റവും മുൻപിൽ വന്നു. ലോകത്തിൽ മുമ്പിൽ നിൽക്കുന്ന രാജ്യം. ഇൻഫർമേഷൻ ടെക്നോളജി, they are number 1. ആനിമൽ ഹസ്ബൻഡറി, they are number 1. ഇന്ത്യ മിസൈൽ മേടിക്കുന്നവരോടാ. സകല ടെക്നോളജിയിലും മുമ്പിൽ. എന്താ? എന്റെ കർത്താവ് പറഞ്ഞു, കുമ്പിളതാവും, അത്തി തളർക്കും. അടുത്തത് വേനൽ. എന്താ ലോകത്തിന് വേനൽ? ഇന്ന് ലോകത്തിന്റെ വേനൽ ഒറ്റ കാര്യം, ഈ കൂട്ടര പുകയുക. എങ്ങനെ അമേരിക്കയുടെ തേജസ് പോയി, എങ്ങനെ ഇറാഖ് തകർന്നു, എങ്ങനെ ടെററിസം ഉണ്ടായി? ഒരൊറ്റ കാരണം, ഇസ്രായേൽ. മാനസാന്തരപ്പെടാത്തവൻ, ക്രിസ്തുവിനെ കണ്ടുമുട്ടാത്തവൻ, അഭക്തൻ. 975 വരെ തീവ്രവാദികളൊന്നും ഇല്ല, ഒളിപ്പോരാളികൾ. ഇവരെ ആർക്കിട്ടാ ഇവരെ വെടിവെക്കണം അറിയാവോ? എല്ലാം ചേട്ടന്മാർക്കിട്ടാ. അവരുടെ ചേട്ടന്മാരെ അറബ് രാജ്യങ്ങൾ അവർക്കിട്ടാണ് ഈ കീറി തീർന്നത്. അത് ചോദിക്കാൻ ആരുമില്ല, ആരും ചോദിക്കുന്നില്ല. എല്ലാവർക്കും ഇതിനെ പേടിയാ. അമേരിക്കയ്ക്ക് ഇസ്രായേലിന്റെ സഹായമില്ലാതെ നിൽക്കാൻ ഒക്കത്തില്ല. അമേരിക്കൻ എക്കണോമി ഇരിക്കുന്നത് ഇസ്രായേലിന്റെ കയ്യിലാണ്. അവിടുത്തെ കാര്യമായിട്ടുള്ള ബിസിനസ് മുഴുവൻ അവരുടെ കയ്യിലാണ്. 2000 കിട്ടിയ കണക്ക് ഇസ്രായേലിൽ 65 ലക്ഷം യഹൂദന്മാർ, അമേരിക്കയിൽ 75 ലക്ഷം യഹൂദന്മാർ. ഇസ്രായേൽ ഭയങ്കര പോപ്പുലേഷൻ അമേരിക്കൻ. അവരുടെ ന്യൂയോർക്കിലെ സെമിറ്ററി കണ്ടു തീർക്കണമെങ്കിൽ തന്നെ 4 മണിക്കൂർ വേണം. അങ്ങനെ കിടക്കുക. അവിടുത്തെ മുഴുവൻ ബിസിനസ് ഇവരുടെ കയ്യില.
1935 ആദ്യത്തെ എക്കണോമിക് ക്രൈസിസ് അമേരിക്കയ്ക്ക് വന്നപ്പോൾ സഹായിച്ച നിങ്ങൾ ആരോടും കടം മേടിക്കണ്ട. ഇസ്രായേൽ പറഞ്ഞു, ഗവൺമെന്റ് അവിടുത്തെ യഹൂദന്മാർ പറഞ്ഞു ഞങ്ങൾ തരാം. അങ്ങനെ കെട്ടിവിട്ടതാ. പക്ഷെങ്കിൽ അതുകൊണ്ട് അമേരിക്ക മിണ്ടത്തില്ല, ബ്രിട്ടൻ മിണ്ടത്തില്ല, ആരും മിണ്ടത്തില്ല. ഇവരെ കീറുന്നതാ. അതിന് പകരം തുടങ്ങിയ പരിപാടി ആ ഒടുവിൽ ടെററിസത്തെ തീർന്നു. ലോകത്തിന് മേനൽ ഇവരെ ഒതുക്കാനാണ് തീവ്രവാദം ഉണ്ടായത്. അത് നമ്മുടെ ഇന്ത്യയിലെ രാജി വരെ തകർത്തില്ലേ? അതിന്റെ ബാക്കി പത്രം. എന്റെ കർത്താവ് പറഞ്ഞു, ലോകത്തിന് മേനൽ. അത്തിയെ നോക്കി നിങ്ങൾ രൂപമോടിപ്പീൻ, അതിന്റെ കൊമ്പിളതാകും, ഇല തളർത്തും. അപ്പോൾ ലോകത്തിന് രാഷ്ട്രീയ വേനൽ, സമാധാനമില്ല. ഇങ്ങനെ അതൊക്കെ സംഭവിക്കുമ്പോൾ അവൻ അടുക്കൽ ആരാ? അങ്ങനെ പോയല്ലോ. ഞാനിവിടെ വന്നുകൊണ്ട് പറയാം അവൻ വാതുക്കൽ. ഞാനോ? വേറെ ഭാഷ പറയാണ്ട് അയാൾ വാതുക്കൽ. പുള്ളിയാണോ? പറഞ്ഞാട്ടെ. ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവൻ അടുക്കൽ വാതുക്കൽ. ഇസ്രായേൽ ഒരു രാഷ്ട്രമാകുകയും അതുകൊണ്ട് പൊളിറ്റിക്കൽ ഇറിറ്റേഷൻ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ അവൻ കയറിയില്ല വാതുക്കൽ. അടുത്ത മീറ്റിംഗുകാർ വെളിയിൽ നിൽക്കും 7:30 ആകുമ്പോൾ. നമ്മളങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഈ മിനിയാൻ വന്നത് നമ്മളങ്ങോട്ട് ഇടിച്ചിങ്ങോട്ട് കയറി ഒരു 5 രൂപയ്ക്ക് തട്ട് തോന്നുന്നത് അറിയാതെ. താമരശ്ശേരിയാണോ എന്തോ തട്ടും കിട്ടി, ഇടിച്ചാ കയറിയത്. അത് ഇവൻ വാതുക്കെ നിൽക്കുക. അവൻ വാതുക്കെ നിൽക്കുന്നതിന്റെ അടയാളമാണ് ന്യൂ വേൾഡ് ഓർഡർ. ഒരു വേൾഡ് ഓർഡർ വേണം. സയൻസ് പറഞ്ഞ് ഞങ്ങൾ തരാം, സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ, ഒരു മിടുക്കനെ വേണം എന്ന് ലോകത്തിലൊരു പണം. ഇത് സംഭവിക്കുമ്പോൾ അവനടുക്കൽ വാതുക്കൽ. അടുത്തത് കേട്ടോ, നമ്മുടെ വിഷയം, നമ്മുടെ പ്രത്യാശയുടെ പ്രതീകം. ഇത് സംഭവിക്കുമ്പോഴോ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. 1948 മെയ് മാസം 14 ഏപ്രിൽ മാസത്തിൽ കർത്താവ് ഇത് പറഞ്ഞു. ദൈവമക്കളെ, പ്രവചനം 2 വിധത്തിലാണ്, മേജർ മൈനർ. മൈനർ പ്രവചനം ഉടൻ നിവർത്തിക്കും. മേജർ പ്രവചനം 2 പ്രാവശ്യമായി. ഒന്ന് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്, അതിന്റെ ബാക്കി ഫുൾഫിൽമെന്റ് ലേറ്റർ. യോനാ പ്രവചനം മൈനർ പ്രവചന ഉടനെ നിവർത്തിച്ചു. എന്നാൽ കന്യകമറിയാമിനോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത് മറ്റൊരു മേജർ പ്രവചനമാണ്. യെശയ്യാ പ്രവചനം മേജർ പ്രവചനമാണ്. അതിന്റെ ഒരു ഭാഗം നിവർത്തിച്ചു. അതാ കർത്തൃമേശം നമ്മൾ ധ്യാനിക്കും. രോമം കത്തിരിക്കുന്നതിന് മുൻപാകെ കുഞ്ഞാടിനെ പോലെ നിന്നു, അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യ ദേവദാസം ധ്യാനിക്കാൻ നിവർത്തിച്ചു. അതിന്റെ സെക്കൻഡ് പാർട്ട് നിവർത്തിക്കാൻ കിടക്കുക. സെക്കൻഡ് പാർട്ട് നിവർത്തിച്ചിട്ടില്ല. സിംഹം കാള എന്ന പോലെ പുല്ല് തിന്നും, പാല് കുടിക്കുന്ന കുഞ്ഞ് സർപ്പത്തിന്റെ ബോധിക്കൊണ്ട് കൈയിടും. നിവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല. അത് എന്റെ കർത്താവ് രാജാവായിട്ട് വാഴ്മഴേ ഉള്ളൂ, നിവർത്തിക്കത്തുള്ളൂ. ഗബ്രിയേൽ മാലാഖയോട്, കന്യാമറിയാമിനോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, നീ ഗർഭം ധരിക്കും, ഒരു മകനെ പ്രസവിക്കും, യേശു എന്ന് പേരിടും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. നിവർത്തിച്ചു. ഇനി ബാക്കി കിടപ്പുണ്ട്. അവൻ വലിയവനാകും, പിതാവായ ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. നിവർത്തിച്ചിട്ടില്ല, അത് കിട്ടാൻ പോകുന്നേ ഉള്ളൂ. ഇതുപോലെ ഇത് മേജർ പ്രവചനമാണ്. ഇത് സംഭവിക്കുള്ളൂ, ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. ഒരു ഭാഗം നിവർത്തിച്ചു. AD 30 കർത്താവ് പറഞ്ഞു. കർത്താവിന്റെ പ്രസംഗം കേട്ട ആളുകൾ AD 30 കേട്ട ഒരു വ്യക്തിക്ക് അന്ന് 1 വയസ്സുണ്ടെങ്കിൽ കൃത്യം 40 വർഷം കഴിഞ്ഞപ്പോൾ ഇത് സംഭവിച്ചു. അന്ന് പ്രസംഗം കേട്ട ഒരു ചെറുപ്പക്കാരൻ 30 വയസ്സുണ്ടെങ്കിൽ ആ വ്യക്തി മരണമഴിയായി മാറുന്നതിന് മുൻപേ കൃത്യം 40 വർഷം കഴിഞ്ഞപ്പോൾ AD 70 ടൈറ്റസ് സെക്കൻഡ് എന്ന് പറയുന്ന റോമൻ സേനാനായകൻ യെരുശലേം നിരോധിച്ചു. അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫർമേഷൻ, ദേവാലയത്തിന് അടിയിൽ മുഴുവൻ സ്വർണം പാകിയിട്ടുണ്ട്. എടുക്കാൻ ഒരു നിവൃത്തിയിൽ ഒരു കാലിൽ പാത്തിട്ടാണ്, ഇളക്കാൻ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് പറ്റത്തില്ല. അന്ന് ഈ മിഷനറി ഒന്നുമുള്ള കാലമല്ല. അദ്ദേഹം ആലോചിച്ചിട്ട് ചെയ്ത പണി വചനം നിവർത്തിക്കാനാ. ആഫ്രിക്ക നാനെ കൊണ്ടുവന്ന് വലിയ കലപ്പ വെച്ചു, ഉഴുതു മറിച്ചു. എന്തിനാ? എന്റെ പ്രിയൻ പറഞ്ഞ പ്രവചനം കല്ലുമേ കല്ല് ശേഷിക്കാതെ താഴെ പോയി. അതെ, AD 30 കർത്താവിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവർ ഒരു വ്യക്തി മരണം വഴിയായി മാറുന്നതിന് മുമ്പേ ആ വ്യക്തിക്ക് അന്ന് 1 വയസ്സുണ്ടെങ്കിൽ 40 വർഷമായപ്പോൾ, അന്ന് ഒരു പ്രസംഗം കേൾക്കുന്ന സഹോദരൻ 30 വയസ്സുണ്ടെങ്കിൽ 70 ആയപ്പോൾ ആ തലമുറയിൽ അത് സംഭവിച്ചു. ഒരു ഭാഗം മേലും. അടുത്ത പാർട്ടാണ് നമുക്ക് വളരെ സന്തോഷത്തോടെ കേട്ടോണം. 1948 മെയ് 14 ഇസ്രായേലിനെ അത്തി തളർത്തു. ഒരു രാജ്യമായി. മിസ്റ്റർ ബെൻഗൂറിയൻ പ്രധാനമന്ത്രിയായി. അന്നൊരു അമ്മച്ചി പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വയസ്സ് എത്രയാണെന്നറിയാമോ? 65. കണക്കൂട്ടി മനസ്സിലാക്കി വിശ്വസിക്കുന്നു. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന 65 വയസ്സുള്ളവരെല്ലാം അത്തി തളർത്തത് കണ്ട തലമുറയാണ്. കർത്താവ് പറഞ്ഞു, ഇതൊക്കെ സംഭവിക്കുള്ളൂ, ഈ തലമുറ ഒഴിയത്തില്ല. 2ാം പാർട്ട്. ഇന്ന് 60 കർത്താവിന്റെ വരവിന്റെ 2 മാസം തീയതി കൂട്ടി കുറിക്കാൻ പാടില്ല. പക്ഷെങ്കിൽ 65 വയസ്സുള്ള ഒരു വ്യക്തി
അത്തി തളർത്തത് കണ്ടതെല്ലാം പറയാം. 948 മെയ് 14 ശേഷം ജനിച്ചവരെല്ലാം അത്തി തളർത്തത് കണ്ടവർ. മനസ്സിലായില്ലേ? പറയണമെന്നൂടെ പറയാം. 948 മെയ് 14 അത്തി തളർത്തു. അന്ന് ഒരു അമ്മച്ചി പ്രസവിച്ചിട്ടെങ്കിൽ ആ കുഞ്ഞിന് ഇന്ന് വയസ്സ് 65. അന്ന് ജനിച്ച കുഞ്ഞ് അത്തി തളർത്തത് കണ്ട കുഞ്ഞാ അല്ലേ? ആ കുട്ടിക്ക് എത്ര വയസ്സാ? ഈ 65 വയസ്സുകാരൻ മരണം വഴിയായി മാറുന്നതിന് മുൻപേ ഇതൊക്കെ സംഭവിക്കും. ഇതല്ല, ഇതൊക്കെ. ഏതൊക്കെ? ഞാൻ എന്റെ പ്രിയപ്പെട്ടതിനെ എടുക്കും, മറ്റവൻ വന്ന് ചേരും. ആശയം മനസ്സിലായോ? അപ്പോൾ കർത്താവിന്റെ വരവിന്റെ 2 മാസം തീയതിയുമല്ല, 65 വയസ്സും അതിൽ കുറവുമുള്ളവർ അവരുടെ തലമുറയിൽ ഇത് സംഭവിക്കും. 65 വയസ്സുള്ള ആളുകൾ എത്ര നാൾ ജീവിക്കുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. എങ്കിലും പഴയ കാലത്തെ മലയാളിയുടെ ആയുസ് അറിയാവും എത്രയാണ്? പഴയകാലത്ത് ആവറേജ് 58. അതിനാ സർക്കാർ 55 കൊണ്ട് പെൻഷൻ വെച്ചത് 3 വർഷം ജീവിച്ചോണ്ടത്. ഇപ്പൊ അതൊരു വിനയായി. പഴയ കാലത്ത് 60 ആയാലും ഒരു ആഘോഷമുണ്ട്. എന്നാന്നറിയാവോ? ഇന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ 60-കാരൻ വേറെ പത്രത്തിൽ പരസ്യം കൊടുക്കും. അതാ കാലം അല്ലേ? അറിയാവോ? അപ്പൊ 60 അട്ടിപൂർത്തിയൊന്നും ആരോഗ്യ കാരണം കോമൺ. എന്നാലും ഈ 65-കാരൻ എത്ര വർഷം പോകും നിങ്ങളൊന്ന് പറയാവോ? പറയണ്ട, ചിന്തിച്ചു. ഇപ്പോഴേ അവന് ഗുളിക 5, വൈകിട്ട് 4, രാവിലെ 7 അല്ലേ? ഈ 65 വയസ്സുകാർ തലമുറയിൽ സംഭവിക്കും. എങ്കിൽ നിങ്ങളോട് ഗുഡ് ന്യൂസ് ഞാൻ പറയാം. 65 വയസ്സും അതിൽ കുറവുള്ളവരെല്ലാവരും കൈപൊത്തിക്ക് ധൈര്യത്തോടെ കല്യാണാലോചനയൊന്നും അല്ലല്ലോ. കൈ താത്ത് പിടിക്കരുത്. ഞാൻ ഗുഡ് ന്യൂസ് പറയാൻ പോവുക. ഈ ഉയർത്തിയ കരങ്ങൾ കൈ നോക്കി പിടിക്കും. ദൈവമക്കളെ, വചനത്തിന്റെ ബലത്തിൽ പറയുന്നു, സ്വാഭാവിക മരണം ആർക്കും എപ്പോഴും സംഭവിക്കാം. എന്നാൽ ഈ ഉയർത്തിയ കരങ്ങൾ ദൈവകൃപയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ശവപ്പെട്ടി വേണ്ടി വരികയില്ല. നിങ്ങളുടെ മൂക്കിൽ പഞ്ഞി വെക്കത്തില്ല. നിങ്ങളെ മൊബൈൽ വർദ്ധന കയറ്റത്തില്ല. നിങ്ങൾ രൂപാന്തരപ്പെടുക്കരങ്ങളിൽ വിശ്വസിച്ച് എനിക്ക് സന്തോഷത്തിന്റെ കാര്യം ഇവിടെ ഇരിക്കുന്ന റെജി ബ്രദർ എനിക്ക് ഒത്തിരി ലിഫ്റ്റ് തന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു കസിൻ ഉണ്ട്. ഇപ്പൊ ആ കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും റാന്നി നൈത്തലിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊന്ന് പ്രസംഗിച്ച ഈ വിഷയം. രാത്രി കാറോടിച്ച് വീട്ടിൽ പോകുമ്പോൾ മണി 11. തുറക്കുമ്പോൾ ലോങ് ബെൽ ഫോൺ. അന്നത്തെ കാലത്ത് ലോങ് ബെല്ല് ഷോർട്ട് ബെല്ലും ഉണ്ട്. ലോങ് ബെല്ലാണ് ലോങ് കോൾ, ഷോർട്ട് ബെൽ ലോക്കൽ. ഞാൻ ഓടിച്ച് നിർത്ത മറുതരത്തിൽ ഒരു പെക്കോച്ചിന്റെ സൗണ്ടാണ്. സാറേ, സാറിന്റെ നമ്പർ കിട്ടാൻ താമസിച്ചു പോയത് കൊണ്ട് വിളി സോറി പറയുന്നില്ല. പറഞ്ഞു, സാറേ ഇന്നത്തെ കൺവെൻഷൻ ഞാൻ ഉണ്ടായിരുന്നു. എന്റെ പേര് മേഴ്സിന്ന, ഞാൻ ഗ്രാനായ സമുദായക്കാരത്തിയ, MSc-കാരത്തിയ, ഞാൻ ഏകയായ വിശ്വാസത്തിയ സ്നാനം സ്വീകരിച്ച് ജീവിക്കുന്നോളാ. എന്റെ മമ്മി എന്നോട് എപ്പോഴും ഒന്നും പറയത്തില്ല, അവളെ നല്ല വഴിയാന്ന് പറയും. എന്റെ ആങ്ങളമാരും പപ്പായി എന്നെ എന്നും അരാസിയോടി നീ ചത്ത ഞങ്ങളുടെ കല്ലറ നിനക്ക് തരത്തില്ല. നിന്റെ ഉപദേശിമാരും അതിനെ ചുരുട്ടിക്കൂട്ടി പൊന്തുമ്പഴ വനത്തിക്കൊണ്ട് തട്ടും, ചെന്നായി തിന്നും. സാറേ, ഞാൻ ജ്ഞാനായക്കാരത്തിയ, സുന്ദരിയ, രക്ഷിക്കപ്പെട്ടോളാം. എന്നാലും എനിക്കറിയാം മരിച്ച എന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകും. എന്നാലും എനിക്കൊരു സങ്കടമാണ്. എന്നെ ദേഹം ചെന്നാൽ കടിച്ചു പറിക്കുമല്ലോ എന്ന് ഓർത്തു. എന്നാൽ ഇന്നത്തെ മീറ്റിംഗ് കഴിയാൻ ഓടിച്ചെന്നേ എന്റെ ആങ്ങളമാരെയും പപ്പായെയും വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കല്ലറയും വേണ്ട, നിങ്ങളുടെ പെട്ടിയും വേണ്ട, എനിക്ക് 24 വയസ്സേ ഉള്ളൂ. എന്റെ പ്രിയൻ ഈ തലമുറയ്ക്ക് വരും. ഹല്ലേലൂയ. 65 വയസ്സിൽ കുറവുള്ള ഒരു കരളയോട് സ്തുതിച്ചേ. നിങ്ങളോട് പ്രസംഗിക്കുന്ന സ്വാമിന് 74 വയസ്സുണ്ട്. എനിക്ക് എന്റെ കർത്താവ് ഒരു വാഗ്ദത്തം തന്നു, മകനെ നീ പുൽപ്പുറ്റിൽ നിൽക്കുമ്പോൾ 34, കാറെ കയറുമ്പോൾ 65. ആ ബലത്തിലാണ് ഞാൻ പറയുന്നത്. ഈ തലമുറയിൽ എന്റെ പ്രിയനായ ആകാശമേഘത്തിൽ അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, വിശുദ്ധൻ തന്നെ അനുശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. 1 മിനിറ്റ് ഒന്ന് കണ്ണടയ്ക്കാം. ചാവാറായ ശേഷിപ്പുകളുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പറയാം, സുഹൃത്തെ, നിന്റെ തലമുറയിൽ എന്റെ കർത്താവ് വരൂ. ജീവിതത്തിന്റെ ഭാരങ്ങളുമായി നിരാശയുമായി വന്ന ആരെങ്കിലും ഉണ്ടോ? പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു കുഞ്ഞെ. എന്റെ യേശു നിന്നോട് കൂടിയാണ്. ആരും പോകരുത്. ദയവായി ഞാൻ 5 മിനിറ്റ് മുമ്പ് നിർത്തിയിരിക്കാം. വചനം അറിഞ്ഞിരുന്നിട്ടും അതിന്റെ പൂർണ്ണതയിലേക്ക് വരാൻ പേഴ്സണാലിറ്റി വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടോ? സ്റ്റാറ്റസ് വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടോ? നിന്റെ സ്റ്റാറ്റസ് പൊടി പോലെ താഴെ പോകും. എന്റെ ദൈവത്തിന്റെ കൃപ വർദ്ധിക്കണം. വരണമെങ്കിൽ സമർപ്പിക്കണം. എല്ലാവരും കണ്ണട. ഓൾ പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ഈ തലമുറയിൽ എന്റെ കർത്താവ് വരും. അവന് ഫസ്റ്റ് ക്വാളിറ്റി വേണ്ട, സൂപ്പർ ക്വാളിറ്റി മതി. നമുക്കൊന്ന് സമർപ്പിക്കാം.
ഈ തലമുറ, ഈ എന്റെ പ്രസംഗം കേൾക്കുന്നവർ ഒരെണ്ണത്തിന് ചവപ്പെട്ടി വേണ്ടാത്ത തലമുറയാ. നിങ്ങളുടെ പ്രായം എനിക്ക് അസസ് ചെയ്യാൻ അറിയാം. നിങ്ങളെ കണ്ടാൽ അറിയാം നിങ്ങൾക്ക് എന്നാ പ്രായമുണ്ട്. ധൈര്യത്തോടെ ഞാൻ പറയാം, നിങ്ങൾക്കൊരു ശവപ്പെട്ടിയല്ല ആവശ്യം. നിങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടും. ഭാരമോ പ്രയാസമോ ദുഃഖമുണ്ടോ വിഷമിക്കും. എന്റെ പ്രിയരുടെ ഈ തലമുറയിൽ വരുന്നു. ഇന്ന് വരെ ഈ വചനത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാത്തവരുണ്ടോ? തോമസ് മാമനല്ല, ഗരസിമാസല്ല, പരിശുദ്ധാത്മാവ് പറയുന്നു, മകളെ മകളെ, this is an opportunity to you. ഇത് നിനക്കൊരവസരം, ഒരവസരം സമർപ്പിക്കാം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. ഈ രക്ഷ അഗണ്യമാക്കരുത്. ഇന്ന് വരെ കൃപ വരാതെ ഏതെങ്കിലും കല്ലുകളുടെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ ആ കല്ലിരുന്ന് ഉരുട്ടി മാറ്റണം. ദൈവകൃപ, ദൈവാനുഗ്രഹം സമ്പാദിക്കുവാൻ തടസ്സമായ എനി സ്റ്റോൺ നിങ്ങൾ മനസ്സ് തുറന്നാൽ കർത്താവ് ആ കല്ലിപ്പോൾ ഉരുട്ടി മാറ്റും. നിങ്ങൾ ഉരുട്ടണ്ട, കർത്താവ് ഉരുട്ടും. ശരീരത്തിന്റെ രോഗമാകുന്ന കല്ല്, മനസ്സിന്റെ പ്രയാസമാകുന്ന കല്ല്, ഹല്ലേലൂയ, മനസ്സിന്റെ സന്തോഷത്തെ തകർക്കുന്ന കല്ല്, എന്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട് ഉരുട്ടി മാറ്റാൻ. സമർപ്പിച്ചാൽ മാത്രം മതി, 1 രൂപ കൊടുക്കണ്ട. യേശു ഉരുട്ടി മാറ്റും. തോമസ് മാമനെ കർത്താവ് അയക്കാൻ തെളിവ്. ആരെങ്കിലും സമർപ്പിച്ചാൽ ഈ ഡോർ വിട്ട് വെളിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും. പ്രാർത്ഥന ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് അവർക്ക് വേണ്ടി. യെസ്, ധൈര്യത്തോടെ ഉയർത്തുക. എനിക്കാരെ കാണാനല്ല, എന്റെ ദൈവത്തിന്റെ ആത്മാവാണ് പറയുന്നത്. സഹോദരന്മാരെ, എന്റെ കർത്താവാണ് ഈ കൈ കാണുന്നത്. എന്റെ കർത്താവിന് കാണാനാ. യെസ്, ഇനി ഒരാളുകളുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നത് ധൈര്യത്തോടെ ഉയർത്തേ. ഓ ശബാബദ, സ്വർഗ്ഗപിതാവേ, ഈ ഉയർത്തിയ കരങ്ങൾ അങ്ങ് കണ്ടല്ലോ. അങ്ങയുടെ ക്യാമറയായിട്ട് ഈ പടം എടുക്കണം. അടിയൻ അവിടുത്തെ ദാസനെന്ന് തെളിയിക്കണം. ഇന്ന് രാത്രി എഴുന്നേൽക്കുമ്പോൾ പുതിയ കൃപ പകരണം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ കരമുയർത്തി. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. സ്വർഗ്ഗം നിങ്ങളെ തൊട്ടിരിക്കുന്നു. നിങ്ങളുടെ സകല പ്രയാസങ്ങളും തോമസ് മാമനല്ല, പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കുക. ധൈര്യത്തോടെ ഉൾക്കൊള്ളുക. ഈ വചനങ്ങളാൽ കർത്താവ് ഇന്ന് രാത്രി നമ്മളെ അനുഗ്രഹിക്കുന്നു. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശെ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ